അപ്പോഴൊന്നും അപ്പോൾ എനിക്ക് ധൈര്യം ഉണ്ടായിരുന്നു, എനിക്ക് ഇത് ഫേസ് ചെയ്യാൻ പറ്റും, ഇത് തരണം ചെയ്യാൻ പറ്റും. പക്ഷേ ഇത്തവണ എൻ്റെ അടുത്ത് സമൂഹം കാണിച്ചിരിക്കുന്നത്, ഞാനൊരിക്കലും അല്ലെങ്കിൽ ഈ മഞ്ഞ മാധ്യമ പ്രവർത്തകർ കാണിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ, ഇതൊരിക്കലും എനിക്ക് ശ്വാസമുള്ളത്രയും എനിക്ക് ആ സമയം വരെ ഞാനിത് ക്ഷമിക്കില്ല. അത്രത്തോളം എല്ലാവരും ചോദിച്ചു കഴിഞ്ഞിട്ടില്ല, ഇത് അനുഭവിക്കുന്നത് ഞാനാണ്, ഇത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഞാനാണ്. എൻ്റെ കയ്യിൽ തെളിവുണ്ട്. തെളിവ് എന്താ കാണിക്കാതെ? തെളിവ് കാണിക്കാമല്ലോ അനീഷ. ഞാൻ ഒരിടത്തും ഒളിച്ചു പോയിട്ടില്ല, ഞാൻ ഇവിടെ തന്നെ നിൽക്കുന്നുണ്ട്, ഞാനിത് ഫേസ് ചെയ്യുന്നുണ്ട്. ഞാൻ സംഘപ്രസ്ഥാനങ്ങളുമായിട്ട് അടുക്കുന്നത് ബാലഗോകുലം വഴിയാണ്. ഞാൻ MG കോളേജിലാണ്, തിരുവനന്തപുരത്ത് MG കോളേജിലാണ് പഠിച്ചത്. ഞാനിങ്ങനെ വന്നിടത്ത് ഞാൻ വലിയ പ്രവർത്തകയാണെന്നൊന്നും അന്ന് വലിയ പ്രവർത്തകയാണെന്നൊന്നും ഞാൻ പറയുന്നത്, ഞാനൊരു സാധാരണക്കാരിയായിട്ടുള്ള സാധാരണ പ്രവർത്തകയായിരുന്നു. ഞാൻ ഇന്നലെ വന്ന ഒരാളല്ല. പിന്നെ ഞാനിങ്ങനെ താഴെ നിന്നിട്ട് ഒരു ലിഫ്റ്റിൽ കയറി സ്വിച്ച് അമർത്തി 5ാമത്തെ നിലയിലേക്ക് എത്തിയ ആളല്ല. ഞാൻ ഇങ്ങനെയാണ് അല്ലെങ്കിൽ ഇത്തരത്തിലാണ് എന്ന് ഞാൻ ഒരു ചാനലിലും ഒരാളുകളുടെയും മുന്നിൽ വന്ന് ഞാൻ ബോധ്യപ്പെടുത്തുന്നത്. എൻ്റെ ജീവിതം ഒട്ടും അത്ര നല്ലൊരു ഈസി ഒരു സ്ട്രെയിറ്റ് ലൈൻ അല്ലായിരുന്നു. അതിങ്ങനെ ECGയുടെ വര പോലെ ഒരുപാട് ഉയർന്നും താഴ്ന്നും ഒക്കെ ഒത്തിരി സ്ട്രഗിൾ ചെയ്ത് ഞാൻ മുന്നോട്ട് കൊണ്ടുവന്നുകൊണ്ടിരുന്ന എൻ്റെ ജീവിതമാണ്. ഒരു സ്ഥലത്ത് ഒരു വലിയ ലോൺ അടയ്ക്കാനുണ്ട്, ഞാനിതെല്ലാം ഈ സോഷ്യൽ മീഡിയയിൽ ഇടാൻ തയ്യാറാണ്. ഈ കമന്റ് ഇട്ട് ആരെങ്കിലും വന്ന് എൻ്റെ ബാധ്യതകൾ തീർത്ത് തരുമോ? നമ്മുടെ ഐഡന്റിറ്റിയെ, എൻ്റെ ക്രെഡിബിലിറ്റിയെ, എൻ്റെ മൊറാലിറ്റിയെ ഇതൊന്നും ആർക്കും ചോദ്യം ചെയ്യാൻ പറ്റും. ഇതെങ്ങനെയാണ് എൻ്റെ ഇങ്ങനെ ചോദ്യം ചെയ്യുന്നത്? അതൊരു ഒരു മൈക്ക് ഉണ്ടെങ്കിൽ അങ്ങനെ ചോദ്യം ചെയ്യാൻ പറ്റുമോ നമുക്ക്? ഒരു 12:30 1 മണി വരെ നിർത്താതെ എനിക്ക് എൻ്റെ കരച്ചിൽ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ എന്തിനാണ് കരയുന്നതെന്നോ എനിക്ക് മനസ്സിലാവണില്ല. അത് അങ്ങനെ ഞാൻ കരയാണ്. അപ്പോൾ ഞാനങ്ങനെ സൊസൈറ്റിക്ക് 2 ദിവസത്തേക്ക് പറഞ്ഞിട്ട് പോകാൻ പറ്റുന്ന രീതിയിലൊന്നും അങ്ങനെയൊന്നും ഞാൻ ചെയ്യില്ല. ഫൈറ്റ് ചെയ്യാൻ തന്നെയാണ് തീരുമാനം. ഞാൻ ഫൈറ്റ് ചെയ്യും. തെളിവുകളെല്ലാം കൊണ്ട് എനിക്ക് 54 ലക്ഷം രൂപയുടെ ഞാൻ ലോൺ അടച്ചു എന്ന് കൃത്യമായും വാർത്ത കൊടുത്ത ആളുകൾ, ഞാൻ 54 ലക്ഷം രൂപയുടെ ലോൺ അടച്ചു എന്നുള്ള തെളിവുമായിട്ട് ഇവിടെ വരും. ഇത്ര വിമൻ ഫ്രണ്ട്ലി ആണ് നമ്മുടെ നിയമങ്ങൾ എന്ന് പറഞ്ഞാലും നമ്മൾ കോടതിയിലെത്തിയപ്പോൾ എനിക്ക് മനസ്സിലായി അത്ര സൗഹൃദപരമായിട്ടല്ല നമ്മളോട് കോടതിയിലെ ചില കാര്യങ്ങളിൽ ഇടപെടലുകൾ ഉണ്ടാവുന്നതും അങ്ങനെയല്ല എന്ന് എനിക്ക് മനസ്സിലായി. ഞാനൊരു പ്രൊഫഷണൽ കൂടിയാണ്. ഞാൻ ടെക്നോ പാർക്കിൽ ഞാനൊരു മെഡിക്കൽ കോഡറാണ്, സീനിയർ മെഡിക്കൽ കോഡറായിരുന്നു. ഞാൻ ടെക്നോ പാർക്കിൽ വർക്ക് ചെയ്തിരുന്നു. ഇപ്പോൾ ഈ ഇലക്ഷൻ വരെ, ഈ ലാസ്റ്റ് കോർപ്പറേഷൻ ഇലക്ഷൻ വരെയും ഞാൻ എൻ്റെ പ്രൊഫഷൻ കൂടെ കൊണ്ടുപോയിട്ടാണ് ഈ ചുമതലകളെല്ലാം കൃത്യമായി നിർവഹിച്ചു കൊണ്ടിരുന്നത്. നമസ്തേ, കൂടിക്കാഴ്ചയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെയുള്ള അതിഥി BJP സംസ്ഥാന സെക്രട്ടറി അഞ്ജന MP ആണ്. ചേച്ചി നമസ്തേ. നമസ്കാരം. ആദ്യം തന്നെ ചോദിക്കാനുള്ളത്, BJP വലിയ രീതിയിലുള്ള രാഷ്ട്രീയ ആക്രമണങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നൊരു സാഹചര്യമാണ്. ഇപ്പോൾ കേന്ദ്രത്തിലായാലും കേരളത്തിലായാലും. അതിന് ഉദാഹരണമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പ്, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മികച്ച വിജയം നേടിയിട്ട് അതിനുശേഷമുണ്ടായ ഫണ്ട് വെട്ടിപ്പ് വിവാദമൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അത്തരത്തിലുള്ള വിവാദങ്ങളെ പാർട്ടിയുടെ പ്രതിച്ഛായ തന്നെ മാറ്റിയില്ലേ? അതിൻ്റെ എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? തീർച്ചയായിട്ടും പാർട്ടിയുടെ പ്രതിച്ഛായ തന്നെ തകർക്കുന്ന രീതിയിലുള്ള വാർത്തകൾ തന്നെയാണ് പുറത്തു വന്നിട്ടുള്ളത്. ഇതിൻ്റെ ആധികാരികതയെ പറ്റിയാണ് ആരും അങ്ങനെ ചോദിക്കാതെ പൊയ്ക്കൊണ്ടിരിക്കുന്നതിൽ എത്രത്തോളം ഇതിനകത്ത് എന്താണ് ഈ വാർത്ത കൊടുത്തവരുടെ ഉദ്ദേശം എന്നുള്ളതും നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പം ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ മികച്ച വിജയമായിരുന്നു ഈ നിയമസഭാ തിരഞ്ഞെടുപ്പ്. അതിന് തൊട്ട് മുമ്പുണ്ടായിരുന്ന കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിലാണെങ്കിൽ പോലും നമ്മൾ ഇപ്പോൾ തിരുവനന്തപുരം, ഇന്ന് ലോകം മുഴുവൻ ഒരു മേയറെ പറ്റി സംസാരിക്കുന്നുണ്ടെങ്കിൽ അത് തിരുവനന്തപുരം കോർപ്പറേഷനിലെ മേയറായിട്ടുള്ള VV രാജേശ്വരനെ പറ്റിയിട്ട് തന്നെയാണ്. അപ്പോൾ അത്തരത്തിൽ പാർട്ടി സംഘടനാ തലത്തിലും അതുപോലെ തന്നെ ജനങ്ങളുടെ ഇടയിലും മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ പാർട്ടിയുടെ പ്രതിച്ഛായ തകർക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ സാധാരണക്കാരായുള്ള ജനങ്ങളെ കൺഫ്യൂസ് ചെയ്യാൻ ഈ മാധ്യമ പ്രവർത്തകർക്ക് പറ്റി എന്നുള്ളതിനകത്തും അതിനകത്തൊരു സത്യമുണ്ട്. നോക്കൂ, ഒരു വാർത്ത, ഒരു പരാതി ലഭിക്കുന്നു. ഇപ്പോൾ ഇവരുടെ ഉദ്ദേശം, ഇവിടെ പല ആളുകളും പറഞ്ഞിരിക്കുന്നത് അവർ പാർട്ടിയെ നേർവഴിക്ക് നടത്തുവാൻ വേണ്ടിയിട്ട് അവർ ഇറങ്ങി തിരിച്ചിരിക്കുകയാണെന്നാണ്. അത്തരത്തിലുള്ള ആളുകളാണ് എങ്കിൽ ഇപ്പോൾ സംസ്ഥാന സെക്രട്ടറി ഇപ്പോൾ BL സന്തോഷിക്ക് പരാതി കൊടുക്കുന്നു. ആ പരാതി പാർട്ടിയെ ശരിയാക്കാനാണെങ്കിൽ ആ പരാതിയുടെ പുറത്ത് അന്വേഷണം വേണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വാർത്ത കൊടുക്കുന്നതിനകത്ത് ശരി, തെറ്റില്ല. ഞങ്ങളുടെ കയ്യിൽ തെളിവുണ്ട്, ഇത്തരത്തിൽ നിങ്ങൾ അന്വേഷിക്കണം. ഇതങ്ങനെയല്ല. ഒരു പരാതി പുറത്തേക്ക് വരുന്നു, ആ പരാതി കൊടുത്ത ആളാര് എന്ന് അവർ മറിച്ചിട്ടുണ്ട്. ആ പരാതിക്കാരനില്ല, അപ്പുറത്തൊരാളില്ല. പാർട്ടിയെ അല്ലെങ്കിൽ അതിനെ ആ പരാതി ആർക്ക്, അല്ലെങ്കിൽ നമ്മുടെ പാർട്ടിക്ക് സ്റ്റേറ്റിൽ കിട്ടിയിട്ടുണ്ടോ അങ്ങനെ ഒരു പരാതി, അത്തരത്തിലൊരു പരാതി കിട്ടിയിട്ടുണ്ടോ എന്നുള്ളതും നമുക്കറിയില്ല. ആ പരാതിയുടെ പുറത്ത് ഇങ്ങനെ ഒരു വ്യാജ വാർത്ത ചമച്ച് ജനങ്ങളെ മുഴുവൻ കൺഫ്യൂസ് ചെയ്ത് ഇപ്പോൾ നോക്കുമ്പോൾ അവർക്കൊരു പരാതി കിട്ടിയിട്ടുണ്ട്. ഇതിനകത്ത് എന്താ പറഞ്ഞിരിക്കുന്നത്? കുറേ അഴിമതി നടന്നിരിക്കുന്നു, ഫണ്ട് വെട്ടിപ്പ് നടന്നിരിക്കുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. ആരാണ്? ഇപ്പോഴത്തെ പരാതിക്കാരൻ വന്നിട്ടുണ്ട്, ഒരാൾ വന്ന് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു പരാതിയുണ്ട്, എൻ്റെ കയ്യിൽ നിന്നുമാണ് ഈ ഫണ്ട് വെട്ടിച്ചത് എന്ന് ഈ നിമിഷം വരെയും ഒരാളും പറഞ്ഞിട്ടില്ല. അപ്പോൾ മൊത്തത്തിൽ എന്താ ആവശ്യം? ജനങ്ങളെ
പാർട്ടിയോട് അടുക്കുന്ന ജനങ്ങളെ കൺഫ്യൂസ് ചെയ്യുക, ഞങ്ങളുടെ പ്രസ്ഥാനവുമായിട്ട് അടുക്കുന്ന. ഇപ്പോൾ നരേന്ദ്രമോദിജിയുടെ പദ്ധതികൾ ഏറ്റവും കൂടുതൽ ഞങ്ങൾ സാധാരണക്കാരിലേക്ക് എത്തിക്കുകയും സംഘടന താഴെ തട്ടിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണിത്. അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നതും താഴെ തട്ടിലുള്ള സംഘടനയുടെ വളർച്ചയാണ്. അപ്പോൾ അവരെ ചേർത്ത് പിടിക്കുക, ബൂത്ത് തലത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുക, ഈ പദ്ധതികൾ താഴേക്ക് എത്തിക്കുക, ജനങ്ങളുമായിട്ട് അടുക്കുക. അത്തരത്തിൽ ജനങ്ങൾ ഭാരതീയ ജനതാ പാർട്ടിയോട് അതിൻ്റെ നേതൃത്വത്തിനോട് അടുക്കുന്നതിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് നമ്മൾ കണ്ടിരിക്കുന്ന ഈ വിജയമെല്ലാം. അതുപോലെ തന്നെ ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ ഒരു മാതൃകയാക്കിക്കൊണ്ടാണ് മറ്റ് കോർപ്പറേഷനുകൾ പോലും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അത്തരത്തിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് ഒരു വലിയ വിജയം ജനങ്ങളുടെ മനസ്സിൽ കിട്ടിയപ്പോൾ അവരെ കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഓരോ ഇലക്ഷൻ കഴിയുമ്പോഴും കുറേ വിവാദങ്ങൾ ഉണ്ടാക്കിയിടുക. കഴിഞ്ഞ ഇലക്ഷനിലും വിവാദം ഉണ്ടായിരുന്നു. അങ്ങനെ ജനങ്ങളെ കൺഫ്യൂസ് ചെയ്യിക്കുക. പാർട്ടി പ്രവർത്തകരെ തീർച്ചയായിട്ടും സോഷ്യൽ മീഡിയയിൽ ജനങ്ങളെല്ലാവരും സോഷ്യൽ മീഡിയയെ റിലൈ ചെയ്യുന്ന ഒരു സമയമാണ് ഇപ്പോൾ. എല്ലാവരും ഏറ്റവും കൂടുതലും സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന സമയമല്ലേ. നമ്മളെല്ലാവരും കൂടുതൽ ഇങ്ങനെ ഒരു സമയം സ്പെൻഡ് ചെയ്യുന്നതാണ്. ഈ വാർത്തകൾ ശ്രദ്ധിക്കും. അതിനകത്ത് ആധികാരികത എന്താണ് എന്ന് ആദ്യം ആരും ചിന്തിക്കത്തില്ല. അപ്പം നോക്കുമ്പോൾ ഇങ്ങനെ കഴിഞ്ഞ തവണയും വാർത്ത വന്നു, വിവാദം വന്നു, ഇത്തവണയും വാർത്ത വരുന്നു. ഒരുപാട് ഇത്തരത്തിലുള്ള വ്യാജ വാർത്തകൾ ചില മഞ്ഞ മാധ്യമ പ്രവർത്തകർ സമൂഹ മാധ്യമങ്ങളിൽ ഇരുന്ന് പറയുന്നു. അപ്പം അത്തരത്തിൽ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ജനങ്ങളെ കൺഫ്യൂസ് ചെയ്യുക എന്ന പാർട്ടിയുടെ പ്രതിച്ഛായ തകർക്കുക എന്നുള്ളത് തന്നെയാണ് ഈ പറയുന്ന മാധ്യമ പ്രവർത്തകരുടെ ഉദ്ദേശം എന്നാണ് എനിക്ക് തോന്നുന്നത്. അനീഷ ചേച്ചി, ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇലക്ഷൻ ഫണ്ട് തട്ടിപ്പ് നടത്തിയെന്നും കൊടികൾ വാങ്ങുന്നതിൽ അഴിമതി കാണിച്ചുവെന്നും അതുപോലെ തന്നെ കേന്ദ്രം നൽകിയ കൊടികൾ പണം വാങ്ങി വിറ്റു എന്നൊക്കെയുള്ള ഒരു ആരോപണങ്ങളൊക്കെ ഉയർന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ചേച്ചിയുടെ ഒരു ശബ്ദ സന്ദേശം പുറത്തു വന്നതായിട്ട് വാർത്തകളും ഉണ്ടായിരുന്നു, ആരോപണങ്ങളും ഉണ്ടായിരുന്നു. അതിൽ ഉള്ള വാസ്തവം എന്താണ്? ചേച്ചിക്ക് എന്താണ് പറയാനുള്ളത്? നമുക്ക് ഈ ഇലക്ഷനിൽ അനീഷ, ഞാൻ ഇലക്ഷൻ മാനേജ്മെൻറ്റ് കമ്മിറ്റിയുടെ ഇൻചാർജ് ആയിരുന്നു. അതായത് ഇലക്ഷൻ മാനേജ്മെൻറ്റ് കമ്മിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ നടക്കുന്ന 140 മണ്ഡലത്തിലും ഇലക്ഷൻ മാനേജ്മെൻറ്റ് കമ്മിറ്റികളുണ്ട്. ഈ 140 മണ്ഡലങ്ങളിൽ നടക്കുന്ന ഇലക്ഷനെ നിയന്ത്രിക്കുക, ഈ ഇലക്ഷൻ മാനേജ്മെൻറ്റ് കമ്മിറ്റിയെ നിയന്ത്രിക്കുക എന്നുള്ളതായിരുന്നു എനിക്കുണ്ടായിരുന്ന ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് സംസ്ഥാനത്ത് ഒരു ഇലക്ഷൻ മാനേജ്മെൻറ്റ് കമ്മിറ്റി ഉണ്ടാവുകയും ആ ഇലക്ഷൻ മാനേജ്മെൻറ്റ് കമ്മിറ്റിയിൽ അഞ്ജന എന്ന് പറയുന്നൊരു വ്യക്തി മാത്രമല്ല ഉള്ളത്. അതിനകത്ത് 35 ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ട്. ആ 35 ഡിപ്പാർട്ട്മെൻറ്റുകളുടെ ഏകോപനം അതാണ് ഞാൻ ചെയ്തിരുന്നത്. അപ്പോൾ അവർക്ക് അതിനകത്ത് ഇപ്പോൾ പബ്ലിസിറ്റി ഉണ്ടാകുന്നു, അതിനകത്ത് ട്രാവൽസ്, ടൂർസ് ഉണ്ട്, അതുപോലെ വ്യത്യസ്തമായിട്ടുള്ള 35 ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ട്, ലീഗൽ ടീമുണ്ട്. അങ്ങനെ ആ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ ഒരു ഇലക്ഷന് എന്തൊക്കെയാണോ അതത് മണ്ഡലങ്ങളിൽ വേണ്ടത് ആ മണ്ഡലങ്ങളിൽ അത് എത്തിക്കുക, അത് അവിടെ നടക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക, അതുപോലെ തന്നെ തിരിച്ച് അതിൻ്റെ കൃത്യമായിട്ടുള്ള ഡാറ്റ എടുക്കുക, അത് സ്റ്റേറ്റിൻ്റെ നമ്മുടെ പ്രധാനപ്പെട്ട ആളുകളെ, ഇതിൻ്റെ ഇലക്ഷൻ മാനേജ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആളുകളെ അറിയിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു എനിക്കതിനെ ആദ്യമായിട്ട് പറഞ്ഞ ഒരു ആരോപണം എന്ന് പറയുന്നത് 31 ലക്ഷം അല്ല, എനിക്ക് തോന്നുന്നു കൊടികൾ ആദ്യം പറഞ്ഞത് കൊടികളെ കേന്ദ്രത്തിൽ നിന്നും സൗജന്യമായിട്ട് കൊടികൾ വന്നു, അത് പണം വാങ്ങി അത് ഞാൻ ബില്ല് ചെയ്തു എന്നുള്ളതായിരുന്നു എനിക്ക് ആദ്യമായിട്ടൊരു ആരോപണം വന്നത്. നമുക്ക് സൗജന്യമായിട്ട് കേന്ദ്രം കൊടി വരുന്നത് അഞ്ജന എന്ന് പറയുന്ന ആളുടെ വീട്ടിലേക്കാവില്ലല്ലോ, അത് സ്റ്റേറ്റ് ഓഫീസിലല്ലേ. വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് നടക്കുന്ന ഒരു സ്റ്റേറ്റ് ഓഫീസാണത്. ഭാരതീയ ജനതാ പാർട്ടിയുടെ എല്ലാ കാര്യങ്ങളും വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് നടക്കുകയാണ്. എൻ്റെ വീട്ടിൽ വന്നാലേ ആരും അറിയാതെ കേന്ദ്രം രഹസ്യമായി എൻ്റെ വീട്ടിൽ അയച്ചു തന്നാൽ ഞാനതിനെ ബില്ല് ചെയ്ത് ഞാനതിനെ കൊണ്ടുവന്ന് അവിടെ കൊടുത്ത് ബില്ല് ചെയ്ത് മാറ്റാമെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അത് നടക്കുന്നത് ഇത്തവണ 140 മണ്ഡലങ്ങളിലും എത്തിച്ച കൊടികൾ, പ്രചരണ സാമഗ്രികൾ ഒന്നും കേന്ദ്രം നമുക്ക് സൗജന്യമായി തന്നതല്ല. നമ്മളിവിടെ കൃത്യമായി ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഫങ്ഷൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, അത് ഇപ്പോൾ പബ്ലിസിറ്റി, ഫോർ എക്സാമ്പിൾ പബ്ലിസിറ്റി ഡിപ്പാർട്ട്മെൻറ്റിനകത്തൊരു കൺവീനർ ഉണ്ടാവും, അതിന് കോ കൺവീനേഴ്സ് ഉണ്ടാവും. എല്ലാ 35 ഡിപ്പാർട്ട്മെൻറ്റിനും കൺവീനർ, കോ കൺവീനർ ഉണ്ട്. അവർക്കൊരു ടീമുണ്ട്. ആ ടീമിന് അവർ കൊട്ടേഷൻസ് കളക്ട് ചെയ്യും. ഞാനതിൻ്റെ ഇൻചാർജായിട്ട് നമ്മളവിടെ ഇരിപ്പുണ്ടാവും. അവർ കൊട്ടേഷൻ കളക്ട് ചെയ്തിട്ട് ആ കൊട്ടേഷൻസ് ആ പബ്ലിസിറ്റി കൺവീനർ നമ്മളെ എത്തിക്കുകയും അത് തീരുമാനിക്കാനായിട്ട് സംസ്ഥാനത്തിൻ്റെ ഒരു സമിതിയുണ്ട്. ആ സമിതിയിൽ ഈ കൊട്ടേഷൻസ് പ്രസൻറ്റ് ചെയ്യുകയും അവിടെ ഇതിലെ ഏറ്റവും ലോവസ്റ്റ് കൊട്ടേഷൻ ഏതാണ് എന്ന് അവർ തീരുമാനിക്കുന്ന ആ തീരുമാനത്തിനെ തിരിച്ച് ഈ പബ്ലിസിറ്റി കൺവീനറിലേക്ക് എത്തിക്കുകയും ചെയ്യുന്ന ഒരു ബ്രിഡ്ജായിട്ട് ആക്ട് ചെയ്യുക എന്നുള്ളതാണ് ഇൻചാർജ് എന്നുള്ള രീതിയിലുള്ള എൻ്റെ ജോലി. അതായിരുന്നു നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ഈ സോക്കോൾഡ് ഈ പറയുന്ന
ഈ ഡിപ്പാർട്ട്മെൻറ്റുകാരാണ് അവരെ അത് ട്രേഡ് ആർക്കാണോ ഈ കൊട്ടേഷൻസ് മുകളിൽ നിന്ന് നമ്മുടെ സ്റ്റേറ്റിൻ്റെ സമിതി തീരുമാനിക്കുന്നത് അവരെ ബന്ധപ്പെടുന്നതും അവർക്ക് ഇത് കൊടുക്കുന്നതും എല്ലാം കൺവീനറാണ്. ഇനി വീണ്ടും അവിടെ എനിക്കൊരു ജോലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൃത്യമായി 140 മണ്ഡലങ്ങളിലും ഇത് എത്തിയോ എന്ന് ചെക്ക് ചെയ്യണമെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഒരു ഡിസ്ട്രിബ്യൂഷൻ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. ഇത് അവരെ കൊടുത്ത് നമ്മൾ അവരെ കൊണ്ട് ചെക്ക് ചെയ്യിപ്പിക്കും. അവിടെ ചെക്ക് ചെയ്ത് ഇത് എത്തിയോ, ഇത് കൃത്യമായി എത്തിച്ചു കഴിഞ്ഞാൽ അവിടെ എൻ്റെ ജോലി തീർന്നു, ഇതെല്ലാ സ്ഥലത്തും എത്തി. അപ്പോൾ നമ്മുടെ പ്രചരണ സാമഗ്രികൾ 140 മണ്ഡലങ്ങളിലും എത്തിയിട്ടുണ്ടോ. ഈ ഇലക്ഷൻ കഴിഞ്ഞ് ഈ 4 മാസം വരെയും ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ നിന്നോ ഏതെങ്കിലും ഒരാളോ ഞങ്ങളവിടെ കൃത്യമായി കൊടി എത്തിയിട്ടില്ല, പ്രചരണ സാമഗ്രികൾ എത്തിയിട്ടില്ല, ലീഗലിൻ്റെ എന്തെങ്കിലും ഹെൽപ്പ് കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ ഞങ്ങളുടെ സ്ഥലത്തൊരു പ്രധാനപ്പെട്ട നേതാവ് വന്നിട്ടില്ല, ഇങ്ങനെയൊന്നും ആരും പറഞ്ഞിട്ടില്ല. ഇതൊക്കെ ഇത് കഴിഞ്ഞ് ഈ 4 മാസം കഴിഞ്ഞ് കൃത്യമായി ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ സിസ്റ്റമാറ്റിക് ആയിട്ട് നടക്കുന്നവരുണ്ട്. 2 ലെവൽ പാർട്ടിയുടെ സെൻട്രൽ ഓഡിറ്റ് കഴിഞ്ഞതിന് ശേഷം അവർ നമുക്ക് വളരെ ഒരു ക്ലീൻ ചിറ്റ് തന്നതിന് ശേഷം 4 മാസം കഴിയുമ്പോൾ ഒരു മഞ്ഞ മാധ്യമ പ്രവർത്തക ഒരു മഞ്ഞ ഓൺലൈൻ ന്യൂസ് വന്നിട്ട് പറയുകയാണ് ഇതിനകത്ത് സർവത്ര അഴിമതിയാണ്. എങ്ങനെയാണ് ഇത് നടക്കുക? ശരി, ആദ്യം ഇത്തരത്തിലൊരു ന്യൂസ് വന്നു, അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ നേരത്തെ അനീഷ എന്നോട് ചോദിച്ചതുപോലെ പിന്നെ ഒരു ശബ്ദ സന്ദേശം വരികയാണ്. ശബ്ദ സന്ദേശം, ഈ മാധ്യമങ്ങൾ നമ്മളോട് ചെയ്യുന്ന ഒരു ക്രൂരത എന്ന് പറയുന്നത്, ഇത്തരത്തിലൊരു വാർത്ത വരുമ്പോൾ ഞാൻ തിരുവനന്തപുരത്ത് തന്നെ ഉള്ള ഒരാളാണ്, അവർക്ക് വേണമെങ്കിൽ എന്നോടൊന്ന് വിളിച്ചു ചോദിക്കാം ഇത്തരത്തിലുള്ളൊരു ശബ്ദ സന്ദേശമുണ്ട്. അഞ്ജനയുടെ ശബ്ദ സന്ദേശം പുറത്തെന്ന് പറഞ്ഞിട്ട് എൻ്റെ ഫോട്ടോ വെച്ചിട്ട് എൻ്റെ താഴെ അഞ്ജന, ഇപ്പുറത്ത് കമ്പനി ഉദ്യോഗസ്ഥൻ, കമ്പനി റെപ്രസെൻറ്റേറ്റീവ്, അങ്ങനെയുള്ള രീതിയിൽ എല്ലാ ചാനലും കാണിക്കുകയാണ്. ഇതിനകത്ത് ഒരിടത്തും എൻ്റെ സന്ദേശമില്ല. ഏതോ ഒരിടത്ത് നിന്നിട്ട് പറയാണ് അഞ്ജനയ്ക്ക് പൈസ കൊടുത്തു, അഞ്ജനയ്ക്ക് 31 കൊടുക്കണ്ടെന്ന് പറഞ്ഞതല്ലേ, എന്നാൽ ഇപ്പം നമ്മൾ കൊടുത്തിട്ടുണ്ട്, ഇനി 4.5 ലക്ഷം നമുക്ക് ഇനിയും കിട്ടാനുണ്ട്. അഞ്ജന കൊടുക്കാനുണ്ടെന്നല്ല, 4 ലക്ഷം സ്റ്റേറ്റ് ഓഫീസിൽ നിന്നും കിട്ടാനുണ്ട്. ഫ്രീ ആയിട്ട് വന്നതിന് അഞ്ജന ബില്ല് ചെയ്തു എന്നാണ് ആദ്യം പറഞ്ഞത്. പിന്നെ പറയുന്നത് സ്റ്റേറ്റ് ഓഫീസിൽ നിന്ന് 4.5 കിട്ടാനുണ്ട്. ഈ പറയുന്ന ആൾ എവിടെയാണ്? ഇങ്ങനെ ഒരാൾ എന്തുകൊണ്ടാണ് മാധ്യമങ്ങളുടെ മുന്നിൽ വന്നിട്ട് അഞ്ജനയ്ക്ക് ഇന്ന സ്ഥലത്ത് വെച്ച്, ഇപ്പോൾ ഇവിടെ വെച്ചിട്ട് ഞാൻ 31 ലക്ഷം രൂപ കൊടുത്തു എന്ന് പറയാൻ എന്തുകൊണ്ടാണ് അയാൾ തന്നിട്ടുണ്ടെങ്കിൽ ധൈര്യം കാണിക്കാത്തത്? ഞാൻ പറയുവാണല്ലോ, നിങ്ങൾ തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മുന്നിലേക്ക് വരൂ, നിങ്ങൾ വന്ന് എന്നോട് പറയൂ, അല്ലെങ്കിൽ നിങ്ങൾ വന്നിട്ട് നിങ്ങൾ മാധ്യമത്തിൻ്റെ മുന്നിൽ വന്നിട്ട് പറഞ്ഞോളൂ. പക്ഷെ അതിനാരും തയ്യാറല്ല. പിന്നെ ഞാൻ ഇതിനു വേണ്ടിയിട്ട് കേസിന് ബഹുമാനപ്പെട്ട തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ അടുത്ത് ഞാൻ കേസിന് പോയി, അവിടെ നിന്ന് സൈബറിലേക്ക് വിട്ടു. പിന്നെ ഞങ്ങൾ അന്വേഷിച്ചപ്പോഴാണ് അറിയുന്നത് ഇതൊരു ഫോൺ റെക്കോർഡഡ് ഒരു കോൺവെർസേഷൻ അല്ല. ഇതൊരൊറ്റയാൾ, നിങ്ങളെ ശബ്ദ സന്ദേശം കേട്ടാൽ മനസ്സിലാവും, ഒരാളാണ് അതിനകത്ത് സംസാരിക്കുന്നത്, ഇപ്പുറത്തെ ആളില്ല. അതൊരാള് നമ്മളിതിനകത്ത് ഇപ്പോഴത്തെ വോയിസ് റെക്കോർഡ് ചെയ്തിട്ട് അയച്ചു കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഒരു മാധ്യമം വിചാരിച്ചാൽ നമ്മളെ എത്രയൊക്കെയും ബുദ്ധിമുട്ടിക്കാൻ പറ്റുമെന്നും നമുക്ക് മനസ്സിലായതാണ്. ഇങ്ങനെ ഓരോ ന്യൂസാണ് വരുന്നത്, നമ്മൾ അത് ചെയ്തില്ല, ഇതിനൊന്നും ആളില്ലേ, ഇതിനൊക്കെ രേഖ ആരൊക്കെ എവിടുന്ന്. ഞാൻ വിചാരിച്ചാലും ബില്ലുണ്ടാക്കാൻ പറ്റും, ഞാൻ വിചാരിച്ചാലും ഇങ്ങനെ വാർത്ത ചെയ്യാൻ പറ്റും എന്ന് എനിക്ക് മനസ്സിലായത് ഇപ്പോൾ ഈ നിമിഷത്തിലാണ്. എന്തൊക്കെയോ വന്ന് പറയുന്നുണ്ട്, എന്തൊക്കെയോ ആരോപണങ്ങൾ പറയാണ്, ഞങ്ങളുടെ കയ്യിൽ തെളിവുണ്ടെന്ന് പറയുന്നു. ഇന്ന് ഏകദേശം എനിക്ക് തോന്നുന്നു 1 മാസത്തിലേറെയായി. ഏപ്രിൽ 20 മുതലാണ് ആദ്യത്തെ വാർത്ത വന്നു തുടങ്ങിയത്. അത് നമ്മൾ ശ്രദ്ധിച്ചില്ല. അത് ഓൺലൈൻ മീഡിയാസ് തരുന്ന വാർത്തകൾ നമ്മളിതിനെ അത്രയും ലാഘവത്തോടെ ഞാൻ തള്ളിക്കളഞ്ഞതാണ്. പിന്നെ അതിനുശേഷം ഇതെൻ്റെ ജീവിതത്തെ ബാധിക്കുന്ന രീതിയിൽ ഈ വാർത്തകൾ വരുമ്പോഴാണ് നമുക്കത് പിന്നെ നമ്മൾ ബുദ്ധിമുട്ടായി പോകുന്നത്. അപ്പോൾ അന്ന് മുതൽ ഇന്ന് വരെയും തെളിവുകളുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് എൻ്റെ കയ്യിൽ തെളിവുണ്ട്. തെളിവ് എന്താ കാണിക്കാത്ത? തെളിവ് കാണിക്കാമല്ലോ അനീഷ. ഞാൻ ഒരിടത്തും ഒളിച്ചു പോയിട്ടില്ല, ഞാൻ ഇവിടെ തന്നെ നിൽക്കുന്നുണ്ട്, ഞാനിത് ഫേസ് ചെയ്യുന്നുണ്ട്. എനിക്ക് സമൂഹത്തിനോട് പറയണം ഞാനിത് ചെയ്തിട്ടില്ല എന്ന്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും ആരോപണങ്ങൾ ഉണ്ടായിട്ടും ഈ കുറച്ച് പുറകിലേക്ക് എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ആരോപണ വിധേയമായിട്ടുള്ള, ഇങ്ങനെ സൈബർ അറ്റാക്ക് ചെയ്തിട്ടുള്ളൊരു സ്ത്രീ ഉണ്ടാവില്ല. അത്തരത്തിൽ ബുദ്ധിമുട്ടിച്ചു മാധ്യമപ്രവർത്തകർ എന്ന് തന്നെ പറയാം. എല്ലാവരെയും ഞാൻ പറയുന്നില്ല, എന്നെ സഹായിച്ചവരുണ്ട്. എന്നാലും എന്നെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിച്ച ഓൺലൈൻ മാധ്യമ പ്രവർത്തകരായിട്ടുള്ളവർ, മഞ്ഞ ഓൺലൈൻ മാധ്യമ പ്രവർത്തകർ എന്ന് തന്നെ ഞാൻ പറയുള്ളൂ. അവർ ഇന്നുവരെയും തെളിവുമായിട്ട് വന്നിട്ടില്ല. അപ്പോൾ ഈ ശബ്ദ സന്ദേശത്തിൻ്റെ പുറത്ത് അവർക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ? അവരുടെ ചാനലിൻ്റെ റീച്ച് കൂടി കാണും, അതിന് വേണ്ടിയിട്ടായിരിക്കണം എന്നാണ് സ്റ്റിൽ ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ
അതിനെതിരെ പോലീസ് അന്വേഷണം നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഡിഫമേഷൻ ഫയൽ ചെയ്തിട്ടുണ്ടാണ്. ഇതിനകത്ത് ഏറ്റവും എല്ലാവരും ചാനലിൽ വന്ന് പേര് പറയുകയും വെല്ലുവിളിക്കുകയോ ഒക്കെ ചെയ്തു. പക്ഷെ എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല, ഇന്ന് വരെയും എൻ്റെ ഡിഫമേഷൻ്റെ നോട്ടീസ് ഇവരാരും കൈപ്പറ്റിയിട്ടില്ല. ചിലർ നാട്ടിൽ തന്നെ ഇല്ല. അപ്പോൾ വരട്ടെ, ഞാൻ എന്തായാലും ഇതിനെ അങ്ങനെ ഒരു ചെറിയൊരു കാര്യമായിട്ട് വിട്ടുകൊടുക്കാനായിട്ട് എന്തായാലും ഞാൻ താല്പര്യപ്പെടുന്നില്ല അനീഷ. ഇതിൻ്റെ പുറകിൽ തന്നെ ഞാനുണ്ട്. ചേച്ചി മറ്റു ചില കാര്യങ്ങൾ കൂടി ചോദിച്ചോട്ടെ. ചേച്ചിയുടെ BJPയിലെ വളർച്ചയെക്കുറിച്ച്, ചേച്ചി വളരെ പെട്ടെന്നാണ് BJPയുടെ ചുമതലയിലേക്ക് വന്നത്. അത് BJPയിലെ ചില ഉന്നതരുമായിട്ടുള്ള പരിചയം കൊണ്ടാണെന്നൊക്കെ പറയുന്നുണ്ട്. അതിലെന്താണ് വാസ്തവം? അത് എന്നെ അറിയാത്തവരോ അല്ലെങ്കിൽ എന്നെ മനസ്സിലാക്കാത്തവരോ മനസ്സിലാക്കാൻ താല്പര്യമില്ലാത്തതായിട്ടുള്ള ചില ആളുകൾ കുറച്ച് നാളായിട്ട് പറയുന്ന ഒരു റൂമറായിട്ട് മാത്രമേ എനിക്ക് എന്നെ എടുക്കാൻ പറ്റുള്ളൂ. ഞാൻ സംഘപ്രസ്ഥാനങ്ങളുമായിട്ട് അടുക്കുന്നത് ബാലഗോകുലം വഴിയാണ്. ഞാൻ MG കോളേജിലാണ്, തിരുവനന്തപുരത്ത് MG കോളേജിലാണ് പഠിച്ചത്. ഞാനിങ്ങനെ വന്നിരുന്നത് ഞാൻ വലിയ പ്രവർത്തകയാണ് എന്നൊന്നും, അന്ന് വലിയ പ്രവർത്തകയാണെന്നൊന്നും ഞാൻ പറയുന്നത്, ഞാനൊരു സാധാരണക്കാരിയായിട്ടുള്ള സാധാരണ പ്രവർത്തകയായിരുന്നു. MG കോളേജിൽ പഠിച്ചിരുന്നു. അപ്പം അതിനുശേഷം ഞാൻ കോളേജിൽ ഡിഗ്രി കഴിഞ്ഞിട്ട് ഇറങ്ങിയതിന് ശേഷം സ്വാഭാവികമായിട്ടും എൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞ് ഞാനൊരു ബ്രേക്ക് എടുത്തു. തിരിച്ച് ഞാൻ തുടങ്ങുന്നത് ബൂത്ത് തലത്തിൻ്റെ പ്രവർത്തനത്തിൽ നിന്നാണ്. എനിക്ക് ബൂത്തിൽ എങ്ങനെ പ്രവർത്തിക്കണമെന്ന് അറിയുന്ന ഒരാളുമാണ്. ബൂത്ത് തല പ്രവർത്തനമായിരുന്നു. 2014 ഞാൻ വീണ്ടും തിരിച്ചു വരുന്നത് 2014 അതിനു മുമ്പ് ഞാൻ സേവികാ സമിതിയിൽ പ്രവർത്തിച്ചിരുന്നു. അതിനുശേഷം പാർട്ടിയിലേക്ക് അതിനുശേഷം ഞാൻ 2015 ഞാൻ മഹിളാ മോർച്ചയുടെ പട്ടം ഏരിയ പ്രസിഡൻ്റായിരുന്നു. അവിടെ നിന്ന് പട്ടം ഏരിയ പ്രസിഡൻ്റായി. അതിനുശേഷം ഞാൻ ഒരു തവണ കേശവദാസപുരത്ത് സ്ഥാനാർത്ഥിയായിരുന്നു, കോർപ്പറേഷൻ ഇലക്ഷൻ്റെ സ്ഥാനാർത്ഥിയായിരുന്നു. അന്ന് എനിക്ക് കിട്ടിയ വോട്ടുകൾ, അതിനുശേഷം 2 തവണ ഇലക്ഷൻ വന്നു. ഇതുവരെയും ആ വോട്ടുകൾ ബ്രേക്ക് ചെയ്തിട്ടില്ല. ഇപ്പോൾ എനിക്കും ചാനലിൻ്റെ പുറത്ത് വന്നിരുന്ന പലതും പറയാം, എനിക്ക് കിട്ടിയത് എത്രയാണ്, എനിക്ക് കിട്ടിയത് എത്രയാണെങ്കിൽ പരിശോധിക്കാം. നമുക്കിതെല്ലാം ഉള്ള ഇതാണ്. എനിക്ക് കിട്ടിയിരിക്കുന്ന വോട്ടുകൾ അതിനുശേഷമുള്ള 2 സ്ഥാനാർത്ഥികൾക്കും, ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥികൾക്കും പിന്നെ അത്രയും വോട്ടുകളിലേക്ക് എത്താൻ പറ്റില്ല. അതൊരിക്കലും എൻ്റെ കഴിവ് കൊണ്ടല്ല, അവിടെ നടന്നിരുന്ന പ്രവർത്തനങ്ങളുടെയും ഒരു ആഫ്റ്റർ ഇഫക്റ്റ് ആയിട്ടാണ് അന്ന് എനിക്ക് അത്രയും വോട്ട് കിട്ടുന്നത്. പിന്നെ അതിനുശേഷം അന്ന് മുതൽ ഞാൻ കൃത്യമായ പ്രവർത്തനങ്ങളിലുണ്ട്. പിന്നെ ഞാൻ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ആയി, അതിനുശേഷം മഹിളാ മോർച്ചയുടെ സംസ്ഥാന സെക്രട്ടറി ആയി, ഇപ്പം ഞാൻ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആയിട്ട് പ്രവർത്തിക്കുകയാണ്. അപ്പോൾ ഇതിങ്ങനെ ഓൾ ഓഫ് എ സഡൻ വന്നതല്ല. പിന്നെ എല്ലാവരും പ്രവർത്തനങ്ങളെ വിലയിരുത്തുന്നത് എനിക്ക് തോന്നുന്നു സോഷ്യൽ മീഡിയയിൽ എത്രയൊക്കെ ഇട്ടിട്ടുണ്ട്. നമ്മൾ ഡെയിലി അങ്ങനെ ഇറങ്ങി പ്രവർത്തിക്കണം, ഡെയിലി രാവിലെ മുതൽ രാത്രി വരെയും രാഷ്ട്രീയ പ്രവർത്തനം നടത്താം. ഞാനൊരു പ്രൊഫഷണൽ കൂടിയാണ് അനീഷ. ഞാൻ ടെക്നോ പാർക്കിൽ ഞാനൊരു മെഡിക്കൽ കോഡറാണ്, സീനിയർ മെഡിക്കൽ കോഡറായിരുന്നു. ഞാൻ ടെക്നോ പാർക്കിൽ വർക്ക് ചെയ്തിരുന്നു. ഇപ്പോൾ ഈ ഇലക്ഷൻ വരെ, ഈ ലാസ്റ്റ് കോർപ്പറേഷൻ ഇലക്ഷൻ വരെയും ഞാൻ എൻ്റെ പ്രൊഫഷൻ കൂടെ കൊണ്ടുപോയിട്ടാണ് ഈ ചുമതലകളെല്ലാം കൃത്യമായി നിർവഹിച്ചു കൊണ്ടിരുന്നത്. എല്ലാ മീറ്റിങ്ങുകളിലും ഞാൻ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ജോലിയും രാഷ്ട്രീയവും ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റും എന്ന് എനിക്ക് 100% ഉറപ്പുണ്ട്. എല്ലാവരും ഇതിനകത്ത് ചില പൊസിഷനിലിരിക്കുന്നവർ ഫുൾ ടൈമേഴ്സായിട്ട് പ്രവർത്തിക്കേണ്ട ഒരു പ്രസ്ഥാനമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു ഫുൾ ടൈമറായിട്ട് പ്രവർത്തിച്ചിരുന്നു എന്ന് ഞാൻ ഫുൾ ടൈമറായിട്ട് ഈ ഡിസംബറിന് മുന്നേ വരെയാണ് ഞാനത് പ്രവർത്തിച്ചിരുന്നത്. ഡിസംബറിന് ശേഷമാണ് ഞാൻ അത്തരത്തിൽ ഒരു ഫുൾ ടൈമർ എന്നുള്ള രീതിയിൽ ഞാൻ പാർട്ടിക്ക് വേണ്ടിയിട്ട് സമയം കൊടുക്കാൻ തുടങ്ങിയത്. അതിന് മുന്നേ ഇപ്പോൾ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആയതിനു ശേഷം നമ്മുടെ കൊല്ലം വെസ്റ്റിൻ്റെ പ്രഭാരി കൂടിയാണ് ഞാൻ. അപ്പം ഞാൻ എൻ്റെ ഓഫീസിൽ ടെക്നോ പാർക്കിൽ ഞാൻ ഓഫീസിൽ പോയതിനു ശേഷം അവിടെ നിന്ന് 5:30 ഇറങ്ങിക്കഴിഞ്ഞാൽ ഞാൻ 5:30 അവിടെ നിന്ന് കഴക്കൂട്ടത്ത് നിന്ന് ട്രെയിൻ കയറി നേരെ എത്തുന്നത് 6:45 ഞാൻ കൊല്ലത്തെത്തും. ഞാൻ പരവൂര് ചാത്തന്നൂർ മണ്ഡലം ഞാൻ ആദ്യം കോർപ്പറേഷൻ സമയത്ത് ശ്രദ്ധിച്ചിരുന്നത്, ഇലക്ഷൻ സമയത്ത് ശ്രദ്ധിച്ചിരുന്നത് ചാത്തന്നൂർ മണ്ഡലമാണ്. ഞാൻ ഏതെങ്കിലും ഒരു ജില്ലയുടെ പരിപാടിയിൽ ഉദ്ഘാടകയായിട്ട് പോയി പ്രസംഗിച്ചിട്ട് തിരിച്ചു വരുന്ന ഒരാളല്ല അനീഷ. ഞാൻ അവിടെ കൃത്യമായി പരവൂർ ചാത്തന്നൂർ മണ്ഡലങ്ങളിൽ കൃത്യമായി എത്തുകയും അവിടുത്തെ മണ്ഡലം ഏരിയ ബൂത്ത് തല മീറ്റിങ്ങുകളിൽ അവിടെ ചെന്ന് അവിടുത്തെ ബൂത്തിൽ പങ്കെടുക്കുന്ന ഒരാളാണ്. അവിടെ ബൂത്ത് ഉപരി പ്രവർത്തനങ്ങളിൽ ശ്രദ്ധ കൊടുത്തിരുന്ന ഒരാളാണ് കോർപ്പറേഷൻ ഇലക്ഷൻ്റെ സമയത്ത്. അപ്പോൾ ഞാൻ എന്നിട്ട് തിരിച്ച് രാത്രി 1:30ക്കും 2 മണിക്കും ഒക്കെയാണ് എൻ്റെ വീട്ടിൽ ഞാൻ തിരിച്ചു വന്നുകൊണ്ടിരുന്നത്. പിറ്റേ ദിവസം രാവിലെ 8:30 ഞാൻ ഓഫീസിലും എത്തിയിട്ടുണ്ടാവും. പ്രൊഫഷനും എൻ്റെ പൊളിറ്റിക്സും എങ്ങനെ കൃത്യമായി കൊണ്ടുപോകണമെന്ന് വളരെ നന്നായിട്ട് അറിയുന്ന ഒരാളാണ്. പിന്നെ തീർച്ചയായിട്ടും ഞാനൊരു ഓഫീസിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം എടുത്ത് സോഷ്യൽ മീഡിയയിൽ അങ്ങനെ ഇടാൻ എനിക്ക് പറ്റിയിട്ടില്ല. ഇപ്പോൾ
ഞാനിപ്പോൾ വന്നതേ ഉള്ളൂ, ഇന്നലെ വന്നതേ ഉള്ളൂ എന്ന് പറയുന്ന ആളുകൾ കുറച്ചുകൂടെ മുന്നിൽ ABPയുടെ നമ്മുടെ ലോ അക്കാഡമി സമരം നടക്കുന്നത് 2016 2016 2017 ആദ്യം 2017 ഡിസംബർ ലാസ്റ്റ് തുടങ്ങുന്നു. എനിക്ക് തോന്നുന്നു ജനുവരി ഫെബ്രുവരി മാസങ്ങളിലാണ് ആ സമരം നടക്കുന്നത്. ആ സമരത്തിൽ എന്നെ കാണാം. ആ സമരത്തിലും ആദ്യം മുതൽ അവസാനം വരെയും ഞാനുണ്ട്. അത് മുരളിയേട്ടൻ നിരാഹാരം കിടന്നപ്പോഴാണെങ്കിലും ശരി, അതിനുശേഷം രാജേഷേട്ടൻ കിടന്നപ്പോഴും എല്ലാത്തിനും അവിടെ ഞാൻ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇന്നലെ വന്നൊരാളല്ല. പിന്നെ ഞാനിങ്ങനെ താഴെ നിന്നിട്ട് ഒരു ലിഫ്റ്റിൽ കയറി സ്വിച്ച് അമർത്തി 5ാമത്തെ നിലയിലേക്ക് എത്തിയ ആളല്ല. ഞാൻ ഇങ്ങനെയാണ് അല്ലെങ്കിൽ ഇത്തരത്തിലാണ് എന്ന് ഞാൻ ഒരു ചാനലിലും ഒരാളുകളുടെയും മുന്നിൽ വന്ന് ഞാൻ ബോധ്യപ്പെടുത്തേണ്ട. ഞാൻ എൻ്റെ പ്രവർത്തനങ്ങളുടെ അതിൽ കാര്യമില്ല. നമ്മുടെ പ്രവർത്തനങ്ങളാണ് നമ്മൾ എങ്ങനെയാണോ ഇത്തരത്തിലാണോ പ്രവർത്തിക്കുന്നത് അത് മതി. അത് മനസ്സിലാക്കേണ്ടത് എൻ്റെ പാർട്ടിയാണ്. ഞാനൊരു ഓൺലൈൻ ചാനലിൻ്റെ ഒരു ഓൺലൈൻ മാധ്യമ പ്രവർത്തകർക്ക് മറുപടി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ അതിന് തുലും എന്നെ അത് ഒരു പരിധിവരെ എന്നെ അത് അധികം സ്പർശിച്ചിട്ടില്ലായിരുന്നു. ഇപ്പോൾ അങ്ങനെയല്ല. തീർച്ചയായിട്ടും നമ്മുടെ സൊസൈറ്റി അങ്ങനെ ആയതുകൊണ്ട് അത്തരത്തിലുള്ള മാറ്റങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഏതെങ്കിലും ഉന്നതരുടെ രാഷ്ട്രീയ പൊളിറ്റിക്കലി ഫ്രണ്ട്സ് പാടില്ല എന്നുണ്ടോ? സൗഹൃദങ്ങൾ എനിക്ക് വളരെ വാസ്റ്റ് ഫ്രണ്ട്ഷിപ്പ് ഉള്ള ഒരാൾ, ഒരു വൈഡ് ഫ്രണ്ട്ഷിപ്പ് ഉള്ള ഒരാളാണ് ഞാൻ. അതിനകത്ത് പൊളിറ്റിക്കലായിട്ടുള്ള ആളുകളുണ്ട്, അതുപോലെ തന്നെ നോൺ പൊളിറ്റിക്കലായിട്ടുള്ള ആളുകളുണ്ട്, ഒത്തിരി ആളുകളുണ്ട്. അപ്പം എൻ്റെ സൗഹൃദങ്ങളെ ഇവിടെ അപ്പുറത്തിരുന്നിട്ട് ആരും അതിന് മാർക്കിടണ്ട, അതിന് വിലയിടാൻ ആവശ്യമൊന്നുമില്ല. എനിക്ക് സൗഹൃദങ്ങളുണ്ടാവും, പാർട്ടിക്കകത്ത് തന്നെ സൗഹൃദങ്ങളുണ്ടാവും. സൗഹൃദമായിട്ടും പാർട്ടിയുടെ ചുമതലയുള്ള എൻ്റെ സഹപ്രവർത്തകരെ, എനിക്ക് മുകളിൽ ചുമതലയുള്ളവരെ അങ്ങനെ കാണാനും വളരെ കൃത്യമായിട്ട് അറിയാവുന്ന ഒരാൾ തന്നെയാണ് ഞാൻ. അപ്പോൾ അതിനെ ഇങ്ങനെ ആരും ഡിഫറൻഷ്യേറ്റ് ചെയ്ത് ഇന്നയാളെ അറിയാം എങ്ങനെയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു നിരവധിയായിട്ടുള്ള ആളുകൾ വന്നിരുന്നിട്ട് പറയുന്നുണ്ട് എനിക്ക് ഇന്ന ആളുകളെ അറിയാം, ഞാൻ പണ്ട് മുതലേ ഇന്ന ആളുകളെ കണ്ടിട്ടുണ്ട്, അവരുടെ കൂടെയാണ് എന്നൊക്കെ എല്ലാവരും ഒരുപാട് പേര് ഈ ഓൺലൈൻകാർ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അവരൊക്കെയും ആകണ്ടേ ഇതുപോലെ? അതെ അല്ലേ? അപ്പം എനിക്ക് അവർക്കൊന്നും എനിക്ക് മറുപടി ഒന്നുമില്ല. പക്ഷെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഞാനും പ്രവർത്തിച്ച് തന്നെയാണ് വന്നിരിക്കുന്നത്. എൻ്റെ പ്രവർത്തനങ്ങളെ വിലയിടണ്ട. ഞാനും എൻ്റെ സമയം, എൻ്റെ കുഞ്ഞിന് കൊടുക്കേണ്ട എൻ്റെ സമയം പാർട്ടിക്ക് കൊടുത്തിട്ട് തന്നെയാണ് ഞാൻ ഇതുവരെ എത്തിയിട്ടുള്ളത്. എൻ്റെ ഫാമിലി ഫുൾ സപ്പോർട്ടാണ്. ഞാനും എൻ്റെ മകളുമാണ്. ഞാനൊരു സിംഗിൾ മദറാണ്. ഞാനും എൻ്റെ മകളുമാണ്. എൻ്റെ മകൾ ഈ ഇഷ്യൂസിൽ പോലും എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് എൻ്റെ മകളാണ്. അത്രയും സപ്പോർട്ട് ചെയ്ത എൻ്റെ മകൾ, അതോടൊപ്പം എൻ്റെ ഫാമിലി, എൻ്റെ വീട്ടുകാരെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്തതിൻ്റെ ഒരു അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഇവിടെ വന്നിരുന്ന് സംസാരിക്കാനും പറ്റുന്നത്. അനീഷ ചേച്ചി, ഇലക്ഷന് ശേഷം വായ്പ തിരിച്ചടച്ചു, കാറ് വാങ്ങി എന്നൊക്കെയുള്ള ആരോപണങ്ങളൊക്കെ വന്നിരുന്നു. അപ്പം ഇത്രയും വേട്ടയാടലുകളൊക്കെ എങ്ങനെയാണ് ചേച്ചി തരണം ചെയ്ത് മുന്നോട്ട് വരുന്നത്? അനീഷ, ഞാനൊരു 2006 മുതൽ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചില്ല, ഞാനൊരു പ്രൊഫഷണലാണ്. 2006 മുതൽ ഈ ഡിസംബർ വരെ 2025 ഡിസംബർ വരെ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ്. പിന്നെ ഞാൻ എൻ്റെ വീട് വെക്കുന്നത് 2012 നമ്മളിപ്പോൾ സംസാരിക്കുന്നത് 2026 ഒരു വീടിൻ്റെ വായ്പ ഒരു 15 വർഷം. അത് ജോലി ചെയ്ത് ആ വീടിൻ്റെ വായ്പ അങ്ങനെ വളരെ ഈസി ആയിട്ട് ക്ലോസ് ചെയ്യാൻ പറ്റിയ ഒരാളൊന്നും അല്ല ഞാൻ. എന്തോ ഈ 2026 15 വർഷമായി. അതിനിടയ്ക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായപ്പോൾ എനിക്ക് വായ്പ തിരിച്ചടയ്ക്കാൻ പറ്റാത്ത അവസ്ഥ അതിനകത്ത് ഉണ്ടായിട്ടുണ്ട്. പിന്നെ എനിക്ക് ഈ പറയുന്ന പോലെ ലോണുകളിൽ അവിടെ ലോൺ ഇവിടെ നമ്മൾ ഒരിക്കലും എൻ്റെ ഒരു പേഴ്സണൽ ലൈഫ് ഞാൻ ഒരു സ്ഥലത്തും വന്നു തന്നിട്ട് ഞാൻ ഒരാളോടും എൻ്റെ പേഴ്സണൽ ലൈഫിനെ പറ്റി ഞാൻ സംസാരിച്ചിട്ടില്ല. ഞാനൊരു സിംഗിൾ മദറാണ്. ഒരു കഴിഞ്ഞ 10 വർഷമായിട്ട് പെട്ടെന്ന് അബ്സ്കോണ്ടായൊരു ആളുടെ വൈഫാണ്. അപ്പം അയാൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സാമ്പത്തിക ബാധ്യതകൾ തീർക്കേണ്ട അവസ്ഥ എനിക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഞാൻ എൻ്റെ ജീവിതം ഒട്ടും അത്ര നല്ലൊരു ഈസി ഒരു സ്ട്രെയിറ്റ് ലൈൻ അല്ലായിരുന്നു. അതിങ്ങനെ ECGയുടെ വര പോലെ ഒരുപാട് ഉയർന്നും താഴ്ന്നും ഒക്കെ ഒത്തിരി സ്ട്രഗിൾ ചെയ്ത് ഞാൻ മുന്നോട്ട് കൊണ്ടുവന്നുകൊണ്ടിരുന്ന എൻ്റെ ജീവിതമാണിത്. അപ്പോൾ ഞാൻ ജോലി ചെയ്ത് ഈ പറയുന്ന പോലെ എൻ്റെ വീട് ഒരു സമയത്ത് എൻ്റെ സോക്കോൾഡ് എൻ്റെ ഹസ്ബൻഡ് അയാൾ പോയതിന് ശേഷം
എനിക്ക് ഒരു വരുമാനം, അതായത് പെട്ടെന്ന് പോകുമ്പോൾ എൻ്റെ അമ്മയും പെട്ടെന്ന് മരണപ്പെട്ടു പോയി. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ജോലിക്ക് പോകാൻ പറ്റാത്ത ഒരു ഗ്യാപ്പ് വന്നു. എനിക്ക് ലോൺസ് കറക്റ്റായിട്ട് അടയ്ക്കാൻ പറ്റിയില്ല. പിന്നെ എൻ്റെ ഹസ്ബൻഡ് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ബാധ്യതകളുടെ ഉത്തരം അന്ന് അദ്ദേഹത്തിൻ്റെ ഭാര്യ ആയിരുന്നതുകൊണ്ട് എനിക്ക് അതും എൻ്റെ തലയിലായി. അപ്പം എൻ്റെ മകള് കുഞ്ഞായിരുന്നു. ഒരുപാട് സ്ട്രഗിൾ ചെയ്തു. എൻ്റെ ലൈഫ് കൊണ്ടുപോകാൻ ഞാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്തു. അങ്ങനെ ഞാൻ ഇപ്പോൾ ഇതിനിടയ്ക്ക് സർഫേസിയിലേക്ക് എൻ്റെ വീട് പോയി, അതായത് വീട് ജപ്തിയാകാറായി. അപ്പോഴും എന്നെ സഹായിച്ചത് എൻ്റെ പാർട്ടിയിലുണ്ടായിരുന്ന ആളുകളാണ്. എനിക്ക് വേണ്ടിയിട്ട് കേസ് പറഞ്ഞത് എൻ്റെ പാർട്ടിയിലുള്ള ആളാണ്. എന്നെ സാമ്പത്തികമായി ആ സമയത്ത് സഹായിച്ചത് പാർട്ടിയിലുള്ള ആളാണ്. എനിക്ക് വേണ്ടിയിട്ട് ഒരു മാല ഊരി തന്നിട്ട് ഇത് കൊണ്ടുപോയി പണയം വെച്ചിട്ട് നീ ഇത് അടച്ച് ഇല്ലെങ്കിൽ നീയും കുഞ്ഞും എവിടെ പോകും എന്ന് ചോദിച്ചതും എൻ്റെ പാർട്ടിക്കകത്ത് ഉണ്ടായിരുന്ന അന്ന് എന്നെ സഹായിച്ചവരാണ്. അപ്പോൾ ഇന്ന് പലരും വന്നിട്ട് അവരുമായിട്ട് ബന്ധമുണ്ടല്ലോ, ഇവരുമായിട്ട് ബന്ധമുണ്ടല്ലോ, അവർ പലരെയും സഹായിച്ചിട്ടുണ്ടാവും. എന്നെ സഹായിച്ചതിന് ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ അവസാന ശ്വാസം വരെ ഞാൻ അതിനകത്ത് കടപ്പെട്ടിട്ടുണ്ട്. പല രീതിയിലും എന്നെ ഇമോഷണലി ഞാനന്ന് തളർന്നു പോയപ്പോൾ എന്നെ കയറ്റി കൊണ്ടുവന്നതുമൊക്കെ എൻ്റെ പാർട്ടിയിലെ ആളുകളാണ്. ഞാനെങ്ങനെ ഈ പാർട്ടിയിൽ, അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് എൻ്റെ സൗഹൃദങ്ങൾ എങ്ങനെയാണ് എന്ന് എനിക്ക് നന്നായിട്ട് അറിയാൻ പറ്റും. അപ്പം അതിനകത്ത് അവരന്ന് തന്നെ സഹായിച്ചു. അപ്പോൾ ഈ 2026 ആ ലോണ് തീർന്നിട്ടുണ്ട് എങ്കിൽ 7.5 ലക്ഷം രൂപയാണ് എൻ്റെ ലോൺ, ഹൗസിംഗ് ലോൺ 7.5 ലക്ഷം രൂപയായിരുന്നു. അതിന് 15 വർഷമായി. ഇനി ഞാനത് അടച്ച് തീർക്കട്ടെ, ഞാൻ തീർത്തോട്ടെ, ഞാൻ എൻ്റെ കുഞ്ഞിനെ വളർത്തിക്കോട്ടെ. ഞാൻ ജോലി ചെയ്ത പൈസയിലല്ലേ നമ്മൾ ചെയ്യുന്നത്. എനിക്കൊരു പെൺകുട്ടിയാണ്. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ എനിക്ക് കുറച്ചധികമായിട്ടുള്ള സാമ്പത്തിക ബാധ്യതകൾ ഉണ്ടായിരുന്നു. അത് ഞാനായിട്ടുണ്ടാക്കിയതോ ഒന്നുമല്ല. അത് ഞാനതിവിടെ തുറന്നു പറയാനും ആഗ്രഹിക്കുന്നത്, എൻ്റെ ജീവിത സാഹചര്യങ്ങളിൽ എനിക്ക് എൻ്റെ ലൈഫ് എന്നെ ട്രീറ്റ് ചെയ്തത് അങ്ങനെയാണ്. പക്ഷെ ഞാനിതിനൊന്നും ഈ പറയുന്ന ഒരാളോടും ഞാൻ വന്ന് സഹായം ചോദിച്ചിട്ടില്ല. ഇനി ചില ലോണുകൾ ഉണ്ടായിരുന്നത് ഇപ്പോൾ ഞാൻ കുറച്ച് കമൻസ്, എന്നെ കുറച്ച് ഈ വാർത്തകൾ വരുന്നതിൻ്റെ പുറകിലായിട്ട് ഒരുപാട് കമൻസ് ഇങ്ങനെ വരികയാണ്. അപ്പോൾ അതിനകത്ത് അവരൊക്കെ ചോദിക്കുകയാണ്, നിങ്ങളുടെ അക്കൗണ്ടിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എടുത്ത് ഫേസ്ബുക്കിലിടൂ, നിങ്ങൾ സോഷ്യൽ മീഡിയയിലിടൂ, നിങ്ങൾ അടച്ച ലോണിൻ്റെ ഡീറ്റെയിൽസ് എടുത്തിടൂ. അപ്പോൾ ഞാൻ ചോദിക്കുകയാണ്, ഞാൻ ഇനിയും ഒരു സ്ഥലത്ത് ഒരു വലിയ ലോൺ അടയ്ക്കാനുണ്ട്. ഞാനിതെല്ലാം ഈ സോഷ്യൽ മീഡിയയിൽ ഇടാൻ തയ്യാറാണ്. ഈ കമൻ്റ് ഇട്ട് ആരെങ്കിലും വന്ന് എൻ്റെ ബാധ്യതകൾ തീർത്തു തരുമോ? ഏതെങ്കിലും ഒരാൾ എന്താണ് പറ്റിയത്, ഇത്രയും ഇങ്ങനെ ഒരു സാമ്പത്തിക ബാധ്യത എന്തുകൊണ്ട് വന്നു, നിങ്ങളിത് ചെറിയ ചെറിയ ലോണുകൾ ഞാൻ അടച്ചിട്ടുണ്ട്. രാജീവ് ഏട്ടൻ്റെ കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷൻ സമയത്ത് എനിക്കൊരു ആക്സിഡൻറ്റ് സംഭവിച്ചു. ഇലക്ഷൻ സമയത്ത് പ്രചരണത്തിനകത്ത് നിൽക്കുമ്പോൾ എനിക്കൊരു ആക്സിഡൻറ്റ് സംഭവിക്കുകയാണ്. എന്നെ ശാസ്ത്രമംഗലത്തെ ഹോസ്പിറ്റലിലേക്ക് എൻ്റെ വലത് കൈയും വലത് കാലും ഒടിഞ്ഞു. ഞാനന്ന് ഒരു 6-7 മാസം ട്രീറ്റ്മെൻറ്റിലായിരുന്നു. ഞാൻ വീട്ടിലായിരുന്നു. മൾട്ടിപ്പിൾ ഫ്രാക്ചറിൽ എന്നൊക്കെ ഒരു ഒടിവ് സംഭവിച്ചു. ഏകദേശം ഒരു 6 മാസത്തോളം ഞാൻ വീട്ടിൽ തന്നെ കിടക്കുമായിരുന്നു. അതിനുശേഷം അതിൻ്റെ ആക്സിഡൻ്റൽ ക്ലെയിം എനിക്ക് കിട്ടുന്നത് ഈ മാർച്ചിലാണ്. അതിനൊരു ക്ലെയിം കിട്ടി. അതിനെനിക്ക് ആക്സിഡൻ്റൽ ക്ലെയിം കിട്ടി. ആ ക്ലെയിം കിട്ടിയ തുകയിൽ ഞാൻ 2 സ്ഥലത്ത് ചെറിയ ലോൺ അടച്ചിട്ടുണ്ട്. അതിൻ്റെ ജഡ്ജ്മെൻറ്റിൻ്റെ കോപ്പി ഞാനത് എൻ്റെ പാർട്ടിയിലെ ഇങ്ങനൊരു കൺഫ്യൂഷൻ വന്നപ്പോൾ ഞാൻ ഈ പൈസയാണ് ഞാനിത് അടച്ചത് എന്ന് പറഞ്ഞ് ഞാനതിൻ്റെ ജഡ്ജ്മെൻറ്റിൻ്റെ കോപ്പി ഞാൻ നമ്മുടെ ആളുകൾക്ക് കൊടുത്തു. എനിക്ക് ഇത് ഡിസ്ക്രൈബ് ചെയ്യണം എന്ന് പറയേണ്ട ആളുകൾക്കാണ് അനീഷ ഞാനത് കൊടുത്തത്. അപ്പോൾ ആ തുക പിന്നെ അതിനുശേഷം ഈ 18 വയസ്സായ ഒരു പെൺകുട്ടിയുടെ അമ്മയാണ് ഞാൻ. എൻ്റെ മകൾക്ക് ഒരു അലർജി ഉണ്ട്, കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അവളിപ്പോൾ വേറൊരു സ്ഥലത്ത് പഠിക്കുകയാണ്. ഈ സോഷ്യൽ മീഡിയ ഇങ്ങനെ നമ്മൾ അറ്റാക്ക് ചെയ്യുമ്പോൾ ഇപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ വന്നൊരു കാര്യമാണ്, നിങ്ങൾ കാർ എടുത്തു, ഞാനൊരു ചെറിയ വാഹനം എടുത്തു, എൻ്റെ ഫോട്ടോ എല്ലാവർക്കും നമ്മൾ ഒരു വനിത ആയതുകൊണ്ട് ഒരു ഈസി ടാർഗറ്റാണ് അവർക്കതിന്. നമ്മൾ എന്ത് വേണോ അവർക്ക് ചെയ്യാം. അപ്പോൾ അവരെന്താ ചെയ്തതെന്ന് വെച്ചാൽ എൻ്റെ ഫോട്ടോ ഞാൻ വണ്ടിയുടെ കൂടെ നിൽക്കുന്നത്, ആ വണ്ടി നമ്മുടെ സ്റ്റേറ്റ് ഓഫീസിൽ ഏതോ ഒരാൾ കൊണ്ടുവന്ന വണ്ടിയുടെ ഫ്രണ്ടിൽ നിൽക്കുന്ന ഫോട്ടോയാണ്. അതെൻ്റെ വണ്ടിയല്ല, എൻ്റെ വണ്ടി ഒരു എക്സ്റ്റർ വണ്ടിയാണ്. അത് 90% ലോണാണ്, 90% ലോണിൽ ഞാൻ എടുത്ത വണ്ടിയാണത്. അപ്പോൾ അത് ഞാൻ ശരിക്കും പറഞ്ഞാൽ കോർപ്പറേഷൻ ഇലക്ഷൻ സമയത്ത് തന്നെ എനിക്കും മകൾക്കും എന്നെ അറിയുന്നവർക്ക് എല്ലാവർക്കും അറിയാം, ഞാനൊരു 2 വീലറാണ് ഉപയോഗിക്കുന്നത്. ഞാൻ ഈ ലോകത്തിൻ്റെ എല്ലാ അറ്റത്തും ഈ 2 വീലറിലാണ് പോകുന്നത്. അപ്പോൾ
ഒരു വലിയ പെൺകുട്ടിയും കൂടെ വരുമ്പോൾ അതിൻ്റെ സുരക്ഷ നമുക്കൊരു ഭയങ്കര, കാരണം പെട്ടെന്ന് എന്തെങ്കിലും, ഞാൻ എൻ്റെ കുഞ്ഞിനെ രാത്രി അതിന് അസുഖം വരുമ്പോഴും എൻ്റെ വണ്ടിയുടെ പുറകിലിരുത്തി ഞാൻ അതിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ട്. അന്ന് ഈ പറയുന്ന ഒരു മാധ്യമപ്രവർത്തകരും വന്ന് എന്നോട് ചോദിച്ചില്ല, അയ്യോ അഞ്ജന എന്ത് പറ്റി രാത്രി 2 മണിക്ക് ആശുപത്രിയിലാണല്ലോ എന്നിവരാരും എന്നോട് ചോദിച്ചിട്ടില്ല. അപ്പോൾ എൻ്റെ ആവശ്യമാണ് എനിക്ക് ഇനി ഒരു വണ്ടി വേണം എന്നുള്ളത്. അതുകൊണ്ട് ഞാൻ വണ്ടി എടുത്തു. ഡിസംബറിൽ ആണ് നമ്മളിത് വണ്ടി എടുക്കണമെന്ന് തീരുമാനിക്കുന്നത്. പക്ഷേ ഡിസംബറിലല്ല, നവംബറിലാണ്. പക്ഷേ അപ്പോൾ കോർപ്പറേഷൻ ഇലക്ഷൻ വരുന്നു. ഞാൻ അപ്പോൾ തന്നെ ലോണിന് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ലോണും പാസ്സായി തരുന്നു. പക്ഷേ അപ്പോൾ കോർപ്പറേഷൻ ഇലക്ഷൻ കഴിഞ്ഞു. കോർപ്പറേഷൻ ഇലക്ഷൻ കഴിഞ്ഞ സമയത്ത്, ഇപ്പോൾ ഇല്ല, ആ സമയത്ത് പറ്റിയില്ല. ഉടനെ തന്നെ ഞാൻ ഈ നിയമസഭാ ഇലക്ഷൻ്റെ കുറച്ച് പുറകിലായതുകൊണ്ട് അപ്പോൾ പറ്റിയില്ല. പിന്നെ ബാങ്കിൽ നിന്ന് ഈ ലോൺ ലാപ്സായിപ്പോൾ ഈ നമ്മൾ ബുക്ക് ചെയ്ത വണ്ടി വീണ്ടും അവർ ഓരോ വണ്ടി, അത് നമ്മൾ ബുക്ക് ചെയ്യുമ്പോൾ വണ്ടി വരുമല്ലോ, അപ്പോൾ നമ്മൾ എടുക്കാൻ തയ്യാറല്ല, എടുക്കാൻ പറ്റിയില്ല എനിക്ക്. അങ്ങനെ ഓരോ സമയം കഴിഞ്ഞ് ഇത് ഹൈ ടൈമായി, ഇനി എടുത്തേ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ ലോൺ ലാപ്സായി പോകും, പിന്നെ വീണ്ടും ചെയ്യാന്നുള്ളത് ഞാൻ ഒരിക്കലും പ്രതീക്ഷയില്ല. അപ്പോൾ ഇനി ഇതെന്തിനാ ലാപ്സ് ആവുന്നത്? നാളെ ഇനി ഞാനൊരു വണ്ടി എടുത്തു, അതും 10 ലക്ഷത്തിന് താഴെയുള്ളൊരു വണ്ടിയാണ്, അതിന് ഇത്രയും വലിയ വാർത്ത വരുമെന്നൊന്നും ഞാൻ വിചാരിച്ചിരുന്നില്ല. ഞാനൊരു സാധാരണ, ഞാൻ പറഞ്ഞില്ല, നമ്മളങ്ങനെ വിചാരിക്കേണ്ട കാര്യമില്ല. അപ്പം ഞാനത് ചെയ്തു, അത് വാർത്തയായിട്ടിട്ടു. ശരി, എന്നിട്ട് ഞാൻ ലോണിൻ്റെ ഡീറ്റെയിൽസ് തരാം, ഈ പറയുന്ന ആരെങ്കിലും എൻ്റെ ലോൺ അടയ്ക്കുമോ? ഏതെങ്കിലും ഒരാൾ തയ്യാറാണോ? നമ്മളെ വിചാരണ ചെയ്യാം, മാധ്യമ വിചാരണ ചെയ്യാം, ശരിയാണ്. പക്ഷെ അതിനകത്ത് എന്തെങ്കിലും ഒരു സത്യസന്ധത വേണം. ഞാൻ ചെയ്യുന്ന ജോലിയിൽ സത്യസന്ധത വേണം. അവരൊരു പ്രൊഫഷണലാണ്, അവർ ചെയ്യുന്ന ജോലിയിലും വേണം. നമ്മളൊരിക്കലും ഒരാളുടെ ജീവിതം തകർക്കാനായിട്ട് ഇത് ചെയ്യാൻ പാടില്ല. എന്താണ് ഇവർ ഉദ്ദേശിച്ചതെന്ന് ഈ സമയത്തും എനിക്ക് മനസ്സിലാവുന്നില്ല അനീഷ. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു ഈസി ജേണി അല്ലായിരുന്നു. എൻ്റെ ജീവിതം എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഈസി ജേണി അല്ലായിരുന്നു. ഞാൻ ഈ സമയം വരെയും എത്തിയിരിക്കുന്നത് ഞാൻ ഒരുപാട് സ്ട്രഗിൾസിലൂടെ മുന്നോട്ട് പോയ ഒരാളുണ്ട്, ഒരുപാട് സ്ട്രഗിൾസിലൂടെ. അപ്പോൾ എനിക്കൊരു ധൈര്യം ഉണ്ടായിരുന്നു, എനിക്ക് ഇത് ഫേസ് ചെയ്യാൻ പറ്റും, ഇത് തരണം ചെയ്യാൻ പറ്റും. പക്ഷേ ഇത്തവണ എൻ്റെ അടുത്ത് സമൂഹം കാണിച്ചിരിക്കുന്നത്, ഞാനൊരിക്കലും അല്ലെങ്കിൽ ഈ മഞ്ഞ മാധ്യമ പ്രവർത്തകർ കാണിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ, ഇതൊരിക്കലും എനിക്ക് ശ്വാസമുള്ളത്രയും എനിക്ക് ആ സമയം വരെ ഞാനിത് ക്ഷമിക്കില്ല. കാരണം അത്രത്തോളം എല്ലാവരും ചോദിച്ചു, കഴിഞ്ഞിട്ടില്ല, ഇത് അനുഭവിക്കുന്നത് ഞാനാണ്, ഇത് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഞാനാണ്. എത്രമാത്രം എന്നെ സൊസൈറ്റി ഒറ്റപ്പെടുത്തുന്നു, പ്രത്യേകിച്ചും ഒരു സിംഗിൾ മദർ എന്നുള്ള നിലയ്ക്ക് പല ആളുകളും അതിനകത്ത് വന്നിരിക്കുന്ന കമൻസിൻ്റെ ഞാനപ്പോൾ എൻ്റെ ഒരു ഇത് വെച്ചിട്ട് ഞാൻ ആ കമൻറ്റ് ചെയ്ത ആളെ നോക്കി. കമൻസ് ഭയങ്കര നമ്മുടെ ഐഡൻറ്റിറ്റിയെ, എൻ്റെ ക്രെഡിബിലിറ്റിയെ, എൻ്റെ മൊറാലിറ്റിയെ, ഇതൊന്നും ആർക്കും ചോദ്യം ചെയ്യാൻ പറ്റും. ഇതെങ്ങനെയാണ് ഇങ്ങനെ ചോദ്യം ചെയ്യുന്നത് എങ്ങനെയാണ്? ഒരു മൈക്ക് ഉണ്ടെങ്കിൽ അങ്ങനെ ചോദ്യം ചെയ്യാൻ പറ്റുമോ നമുക്ക്? ഈ കമൻസ് ഇടുന്ന ആളുകൾ അവരുടെ ഭാര്യയും അവരുടെ കുട്ടികളെയൊക്കെ ചേർത്ത് പിടിച്ച ഫോട്ടോ ഇട്ടിട്ട് ഞാൻ എന്നിട്ട് വിചാരിച്ചു, ഇതിൻ്റെ എല്ലാം സ്ക്രീൻഷോട്ട് എടുത്ത് ഇവരെയൊക്കെ ടാഗ് ചെയ്ത് ഞാൻ ഇട്ടാലോ എന്ന് വിചാരിച്ചു. കാരണം അത്രയും ബ്രൂട്ടലായിരുന്നു എൻ്റെ അടുത്ത്. എങ്ങനെ ഇത് തരണം ചെയ്തു എന്ന് ഈ നിമിഷം വരെയും എനിക്ക് അറിഞ്ഞൂടാ അനീഷ. ഇത് തരണം ചെയ്തിട്ടില്ല ഞാൻ. ഇപ്പോഴും പറയണം, ഞാനൊരു കൗൺസിലിങ് ഇപ്പോഴും ഇന്നലെ രാത്രി പോലും എനിക്ക് തോന്നുന്നു ഞാൻ ഒരു 8 മണിക്ക് എനിക്ക് പെട്ടെന്ന് സങ്കടം വന്നതാണ്. ഞാനൊരു 12:30 1 മണി വരെ നിർത്താതെ എനിക്ക് എൻ്റെ കരച്ചിൽ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ എന്തിനാണ് കരയുന്നതെന്നോ എനിക്ക് മനസ്സിലാവണില്ല. അങ്ങനെ ഞാൻ കരയുകയാണ്. അപ്പോൾ ആ സമയത്ത് എന്നെ ഹെൽപ്പ് ചെയ്തതും ഇപ്പോൾ എൻ്റെ പാർട്ടിയിൽ എൻ്റെ കൂടെ നിൽക്കുന്ന ആളുകൾ തന്നെയാണ്. അവരെന്നോട് വിളിക്കും, അവരെൻ്റെ കൂടെ നിൽക്കും, കരയരുതെന്ന് പറയും, സമാധാനിപ്പിക്കും, ഒക്കെയും ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ ഇത് പുറത്ത് വന്നു കഴിഞ്ഞാൽ ഉടനെ അഞ്ജന കരയുമ്പോൾ സമാധാനിപ്പിക്കാൻ 10 പേര്, അങ്ങനെയല്ലേ ഇപ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളുകൾ. ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ളവർ, അവരെന്നെ, എൻ്റെ വീട്ടുകാർ, എൻ്റെ മകൾ, ആ കോളേജിൽ പഠിക്കുന്ന കുട്ടിക്ക് എങ്ങനെയാണ് അവരുടെ കൂടെയുള്ള കുട്ടികളെ ഫേസ് ചെയ്യാൻ പറ്റുക? അപ്പം ഞാനൊരു വളരെ മോശം ഒരു എന്തോ സ്ട്രെസ് ഇൻഡ്യൂസ് ഡിപ്രഷനോ അങ്ങനെ എനിക്കതിൻ്റെ ആ ടേം ഞാൻ മറന്നുപോയി. അത്തരത്തിലൊരു അവസ്ഥയിലേക്ക് ഞാൻ പോയി. എൻ്റെ ബ്ലഡ് പ്രഷർ വളരെ ഹൈ ആണ്. എനിക്ക് ഉറക്കം എന്ന് പറയുന്ന ഒരു സാധനം എൻ്റെ അടുത്ത്, ഞാനൊരു 2-3 ദിവസം കൂടുമ്പോൾ ഒരു ദിവസം ഉറങ്ങാനുള്ള ടാബ്ലറ്റ് കഴിച്ചിട്ടാണ് ഞാൻ ഉറങ്ങുന്നത്. ഞാനിങ്ങനെ കൗൺസിലിംഗ് എടുത്തു. എനിക്കിത് തന്ന എൻ്റെ സമൂഹം, ഈ സമൂഹം തന്നാണ്. ഞാൻ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് ഇതൊന്നും തെളിയിക്കാനൊന്നും ഇവർക്ക് പറ്റിയിട്ടില്ല. ഇതുവരെ ഒന്നും തെളിയിക്കുന്നില്ല.
അവരാരോപിച്ചു, ആരോപിക്കുക, അവരവിടുന്ന് പോവുക, അധിക്ഷേപിക്കുക. അവരവിടുന്ന് പോയി. ഇപ്പൊ ഞാൻ എൻ്റെ ഫാമിലി, എൻ്റെ വീട്ടുകാർ, എൻ്റെ അമ്മ, എൻ്റെ പാരൻസ് നേരത്തെ മരിച്ചു പോയതാണ്. എൻ്റെ കൂടെ എൻ്റെ 2 സഹോദരങ്ങൾ, പിന്നെ എൻ്റെ അമ്മയുടെ സിസ്റ്റേഴ്സ്, ഇവരില്ല എങ്കിൽ പിന്നെ എൻ്റെ ഏറ്റവും അടുത്ത സൗഹൃദ വലയം എന്നെ ഈ കേസിന് വേണ്ടിയിട്ട് എനിക്ക് ഓരോ തവണയും ഞാൻ ഡൗൺ ആവുന്നു എന്ന് കണ്ടപ്പോഴും എന്നെ വിളിക്കാനും എന്നെ സംസാരിക്കാനും, 2 ദിവസം ഞാൻ വിളിച്ചില്ലെങ്കിൽ എന്നെ ഇപ്പോഴും തിരിച്ച് വിളിച്ചിട്ട് ഇയാൾ എന്താ വിളിക്കാത്തതെന്ന് ചോദിക്കാനും, ശരിയാകും എന്ന് പറയാനും, തിരിച്ച് നമ്മുടെ ജോലിയിലേക്ക് നമുക്ക് പോകാമോ എന്ന് എന്നോട് പറയാനും, എന്നെ ആശ്വസിപ്പിക്കാനും, നിങ്ങളിത് ചെയ്തിട്ടില്ല എന്ന് ഞങ്ങൾക്കറിയാം എന്ന് പറയാനും ഉള്ള രീതിയിലുള്ള സൗഹൃദങ്ങൾ എനിക്ക് ഉണ്ടായതുകൊണ്ട് അറ്റ്ലീസ്റ്റ് പിന്നെ ഞാൻ ഒരാളോട് വിളിച്ചിട്ട് ഞാൻ ആത്മഹത്യയൊന്നും ചെയ്യില്ല. ഞാനങ്ങനെ സൊസൈറ്റിക്ക് 2 ദിവസത്തേക്ക് പറഞ്ഞിട്ട് പോകാൻ പറ്റുന്ന രീതിയിലൊന്നും അങ്ങനെയൊന്നും ഞാൻ ചെയ്യില്ല. ഫൈറ്റ് ചെയ്യാൻ തന്നെയാണ് തീരുമാനം. ഞാൻ ഫൈറ്റ് ചെയ്യും. തെളിവുകളെല്ലാം കൊണ്ട് എനിക്ക് 54 ലക്ഷം രൂപയുടെ ഞാൻ ലോൺ അടച്ചു എന്ന് കൃത്യമായും വാർത്ത കൊടുത്ത ആളുകൾ, ഞാൻ 54 ലക്ഷം രൂപയുടെ ലോൺ അടച്ചു എന്നുള്ള തെളിവുമായിട്ട് ഇവിടെ വരണം. അതാണ് എൻ്റെ ആവശ്യം. എനിക്ക് 50 ലക്ഷം രൂപയുടെ FD ഉണ്ട് എന്ന് പറഞ്ഞവരുണ്ട്. അവർ ഇതിന് ഉത്തരം പറയണം. അവരത് എന്തായാലും വന്ന് ഞാൻ 50 lakhs FD ഇട്ടു എന്ന് പറയുന്ന അവർ കൊണ്ടുവരട്ടെ, അവർ തെളിയിക്കട്ടെ, അവർ സമൂഹത്തിന് മുന്നിൽ വരട്ടെ. എന്നെ പിച്ച് ചീന്താൻ ഇട്ട് കൊടുത്തില്ലേ. ഒന്ന് ശ്രദ്ധിച്ചോ അനീഷ, പരാതിക്കാരന് പേരില്ല, പരാതിക്കാരന് മുഖമില്ല, പക്ഷേ എല്ലായിടത്തും അഞ്ജനയുടെ പേര്, അഞ്ജനയുടെ മുഖം, എല്ലാവരും അങ്ങനെ മാധ്യമങ്ങൾക്ക് പിച്ച് ചീന്താൻ അങ്ങനെ കൊടുക്കാൻ എൻ്റെ ജീവിതം ഞാൻ കൊടുക്കാൻ തയ്യാറല്ല. ഞാൻ ഫൈറ്റ് ചെയ്യും, ടു ദ കോർ ഞാൻ ഫൈറ്റ് ചെയ്യും, ലാസ്റ്റ് മിനിറ്റ് വരെ ഞാൻ ഫൈറ്റ് ചെയ്യും. അതാണ് എൻ്റെ തീരുമാനം ഇതിനകത്ത്. ചേച്ചി, മാധ്യമങ്ങളിൽ വന്ന ഇത്രയധികം വ്യാജ വാർത്തകൾക്കെതിരെ ചേച്ചി നിയമ നടപടി സ്വീകരിച്ചില്ലേ? ആദ്യം ഞാനിതിനെ അത്രയും സീരിയസ് ആയിട്ട് കണ്ടില്ല അനീഷ. എനിക്ക് തോന്നുന്നു ഒരു ഏപ്രിൽ മുതൽ ഒരു ചെറിയ ചെറിയ വാർത്തകളിൽ തുടങ്ങി, അത്രയൊന്നും കണ്ടില്ല. പിന്നെ കഴിഞ്ഞ എനിക്ക് ജൂൺ 20 ഉണ്ടായിരുന്നു. പക്ഷെ ജൂലൈ മുതലാണ് ലൈക്ക് ഒരു എന്താ പറയുന്നത്, ഇങ്ങനെ കണ്ടിന്യൂസ് വാർത്ത വരാൻ തുടങ്ങിയതും, ഒരു ചാനലിൽ നിന്നും ഇതിനിങ്ങനെ ഒരു വൈറസ് പോലെ സ്പ്രെഡ് ചെയ്ത് ഒട്ടനവധിയായിട്ടുള്ള ചാനലുകളിൽ വന്നതും നമുക്കതിനെ, അപ്പോഴാണ് ഞാൻ ഈ ഡിഫമേഷനെ പറ്റി അറിയുന്നതും ഡിഫമേഷന് കൊടുക്കുന്നതും. ഡിഫമേഷൻ ഫയൽ ചെയ്തു. അതിനുശേഷം ആദ്യം മുതലേ ചെയ്തില്ലേന്ന് ചോദിച്ചാൽ ഇല്ല. ഈ ഇത്തരത്തിൽ ആദ്യം ഈ ജൂലൈയിൽ വന്ന വന്ന വാർത്തയ്ക്ക് അതിനുശേഷം ഞാൻ ആദ്യം തന്നെ ഡിഫമേഷൻ ഇത് കൊടുത്ത ആൾക്കെതിരെ ഫയൽ ചെയ്തു. അതിനുശേഷമാണ് ഈ ശബ്ദ സന്ദേശങ്ങളും ഒക്കെ ഇറങ്ങിയതും. ശബ്ദ സന്ദേശം അതിൻ്റെ പുറകിൽ ഇങ്ങനെ ബാക്ക് ടു ബാക്ക് ഇങ്ങനെ വാർത്ത വരുമായിരുന്നു. അപ്പോൾ ഞാൻ ഈ നേരത്തെ പറഞ്ഞതുപോലെ ഇത് നമ്മളെ ബാധിക്കുന്ന വെച്ചാൽ നമുക്ക് ഉറങ്ങാൻ പറ്റില്ല. ഇങ്ങനെ അടുത്ത ആര് വാർത്ത ഇടും, ഇനി ഇടുവോ, അവരെന്താ വിചാരിക്കുക, മാറ്റി നിർത്തിയെന്ന് വരെ പറഞ്ഞു. അങ്ങനെ ആദ്യം ഒരു വ്യാജ ലെറ്റർ പാഡ് വന്നു. ആ ലെറ്റർ പാഡ് ഇറങ്ങി, അതിൻ്റെ അടുത്ത് അത് ഫുൾ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണ്. ഉടനെ തന്നെ രാജീവേട്ടൻ്റെ ഒരു പ്രസ്താവന വന്നു, അങ്ങനെ ഒരു കാര്യം നടന്നിട്ടില്ല എന്ന് വരുന്നു. അപ്പോൾ തന്നെ അതല്ല ഇതാണെന്ന് പറഞ്ഞ് അടുത്തതിടുന്നു. അപ്പോൾ ആദ്യമേ അത് തെറ്റില്ലാണ്ട് ഇട്ടിരുന്നെങ്കിൽ അവർക്ക് കുറച്ചുകൂടെ ക്രെഡിബിലിറ്റി ഉണ്ടായേനെ. അപ്പോൾ പിന്നെ വീണ്ടും ഇടുന്നു. ഞാൻ നോക്കുമ്പോൾ ഇങ്ങനെയാണ്. ഞാൻ ഒരു എനിക്ക് ആ സ്ഥാപനത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി. അതിനകത്തൊരു എനിക്ക് തോന്നുന്നു 24 അങ്ങനെ എന്തോ അവരൊരു വലിയ ലേഖനം എഴുതിയിട്ടേക്കാണ്. ആ ലേഖനത്തിനകത്ത് ഇങ്ങനെ എല്ലാം ഞാനാണ് എന്നെ പറ്റിയാണ് അവർ പറയുന്നത്. നമ്മൾ ഇങ്ങനെ ചെയ്തു, അങ്ങനെ ചെയ്തു, ഇവിടുന്ന് പൈസ ഇങ്ങനെ കുറേ സാധനം എഴുതിയിട്ടു. 993 ഷെയർ ഉണ്ടായിരുന്നു അതിനകത്ത്. 993 ഷെയർ. അപ്പം നമ്മൾ കേസ് കൊടുക്കുമ്പോൾ നമ്മളിത് എടുക്കല്ലേ, ആ ചാനലില്ല, ഈ പ്രൊഫൈലേ ഇല്ല, അങ്ങനെ ഒരു സാധനമില്ല. പക്ഷെ അതിനകത്ത് എഴുതിയതും അതിൻ്റെ കമൻസും, ഞാനിപ്പോൾ എല്ലാവരും എന്നോട് ആ സമയത്ത് ഇത് ചെയ്യരുത്, വായിക്കരുത് എന്നൊക്കെ പറയുമെങ്കിലും എനിക്കിത് വായിക്കാനോ അല്ലെങ്കിൽ അപ്പം പെട്ടെന്ന് ഇത് അവരറിയുമ്പോൾ, എൻ്റെ മകൾ അറിയുമ്പോൾ, എൻ്റെ ഫാമിലി അറിയുമ്പോൾ, അവരെല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അപ്പോഴാണ് ഞാൻ ആദ്യം ഞാൻ ഈ അടുപ്പിച്ചുള്ള വാർത്തകൾ ഡൗൺ ആയി പോയി എങ്കിൽ പോലും എനിക്ക് പിന്നെ ഒരു ധൈര്യം ഉണ്ടായിരുന്നു. എന്നെല്ലാവരും നമുക്ക് കേസ് കൊടുക്കണം, നിങ്ങൾ കേസ് കൊടുക്കണം എന്ന് പറയും. നമ്മളിതിന് കേസ് കൊടുക്കുകയും ചെയ്തു. പക്ഷേ
ഞാൻ അയച്ച ഡിഫമേഷൻ്റെ നോട്ടീസ് കൈപ്പറ്റാൻ ഈ ആള് സ്ഥലത്തില്ല എന്നുള്ളതാണ്. ഇതൊക്കെ പറയാൻ എളുപ്പമാണ്, എല്ലാവർക്കും പറയാൻ എളുപ്പമാണ്. ഞങ്ങളിങ്ങനെയാണ്, ഞങ്ങൾക്ക് ധൈര്യമുണ്ട്, ഞങ്ങളിതിനെ നേരിടും. പക്ഷേ പ്രാക്ടിക്കലി വരുമ്പോൾ ഞാനും പറയുന്നത് എനിക്കിതൊട്ടും ഈസി അല്ല അനീഷ. ഇതൊരു നമ്മുടെ സൊസൈറ്റിയിൽ ഒരു ചാനലുണ്ട്, ഒരു മൈക്കും ഉണ്ടെങ്കിൽ ആരുടെയും ജീവിതം തകർക്കാൻ പറ്റും. 5 മിനിറ്റ് മതി. എൻ്റെ ജീവിതം തകർന്നത് 7 മിനിറ്റിൻ്റെ ഒരു വീഡിയോ ആണെന്ന് തോന്നുന്നു. എൻ്റെ ലൈഫ് തകർന്നു എന്ന് ഞാൻ പറഞ്ഞാൽ ഞാൻ തകർന്നു പോയി എന്നുള്ളതാണ് സത്യം. പിന്നെ ഇങ്ങനെ വ്യാജമായിട്ടുള്ള വാർത്തകൾ വരുന്നു, തെളിവുകൾ വരുന്നു. തെളിവുകളിൽ ഒരിടത്തും അഞ്ജനയുടെ പേര് ആരും കണ്ടിട്ടൊന്നുമില്ല. അഞ്ജന എന്ന് പറഞ്ഞാൽ എൻ്റെ ശബ്ദ സന്ദേശം ഇല്ല. പിന്നെ കുറേ ബില്ലുകൾ കൊണ്ടുവരുന്നു. വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ ഒരു എന്തെങ്കിലും നടന്നിട്ടുണ്ട് എങ്കിൽ അത് അന്വേഷിക്കാൻ പാർട്ടിയുണ്ട്. ഞാൻ സ്റ്റേറ്റിൻ്റെ ഇൻചാർജ് ആയിരുന്നു, ഒരു മണ്ഡലത്തിൻ്റെയും ഇൻചാർജ് ആണല്ലോ. മണ്ഡലത്തിലൊരു പരാതി ഉണ്ടെങ്കിൽ അത് അന്വേഷിക്കാൻ നമ്മുടെ പാർട്ടിക്കകത്താണ്. എൻ്റെ വീട്ടിലൊരു പ്രശ്നം നടന്നാൽ ആ പ്രശ്നം പരിഹരിക്കേണ്ടത് എൻ്റെ വീട്ടിനകത്താണ്. ഞാൻ എൻ്റെ റെസിഡൻസ് അസോസിയേഷനിൽ പോയി പരാതി പറയുമോ? ഇല്ല. അങ്ങനെയൊന്നും ആർക്കും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. ഞാൻ എൻ്റെ വീട്ടിനകത്ത് അത് പരിഹരിക്കും. ഇത് പരിഹരിക്കാനുള്ള ആളുകൾ ഞങ്ങളുടെ പാർട്ടിക്കകത്തുണ്ട്. എത്രയോ തവണ രാജീവേട്ടൻ ആദ്യം പ്രസ്താവന ഇറക്കി, അതിനുശേഷം രാജീവേട്ടൻ മാധ്യമങ്ങളോട് പറഞ്ഞു, അല്ലെങ്കിൽ അദ്ദേഹം വീണ്ടും സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തിൻ്റെ പേജിൽ അദ്ദേഹം ഇട്ടു, ഇത്തരത്തിൽ മാധ്യമ പ്രവർത്തനം നടത്തുന്നത് ഇതല്ല മാധ്യമ പ്രവർത്തനം, ഇങ്ങനെയല്ല നടന്നിട്ടുള്ളത് എന്ന് അദ്ദേഹം വീണ്ടും വിടും. എന്താണ് മാധ്യമ പ്രവർത്തകർ, ഈ മഞ്ഞ ഓൺലൈൻ ചാനലുകാർ വന്നിരുന്നത്, നിങ്ങളെന്താ ഇത് ചെയ്യാത്തത്, നിങ്ങളെന്താ കോറ് വിളിക്കാത്തത്, നിങ്ങളെന്താ ഇങ്ങനെ ചെയ്യാത്തതെന്ന് ചോദിക്കും. ഒരുപാട് നേട്ടങ്ങൾ പറയാനുള്ളതൊന്നും പറയുന്നില്ല. ഒരു പാർട്ടിക്ക് ഉണ്ടായിരിക്കുന്ന നേട്ടങ്ങൾ, ഇപ്പോൾ പാർട്ടി എവിടെയാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത്, പാർട്ടിയുടെ പ്രവർത്തകർ ഇപ്പം നമ്മൾ കറക്റ്റ് ഞാൻ പറഞ്ഞതുപോലെ സംഘടനാ പ്രവർത്തനത്തിൽ ശ്രദ്ധിച്ചാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സംഘടന എങ്ങനെ പ്രവർത്തിക്കണമെന്ന് കൃത്യമായും ഞങ്ങൾക്ക് തരുന്ന ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ച്, ആ ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോകുന്നുണ്ട്. പാർട്ടി അതിനനുസരിച്ച് വളരുന്നുമുണ്ട് അനീഷ. ജനങ്ങളുടെ ആദ്യം ഞാൻ പറഞ്ഞതുപോലെ തെറ്റിദ്ധരിപ്പിക്കാൻ പറ്റിയിട്ടുണ്ടാകണം. പക്ഷെ ഇപ്പം ജനങ്ങൾ തിരിച്ചു ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഒരാൾ കുറേ പേര് വന്നിരുന്ന ഒരു ആളെ പറയുന്നു, ഈ 12 കോടിയൊക്കെ എടുത്തുകൊണ്ട് പോകാൻ പറ്റുന്ന ഒരു അവസ്ഥയിലല്ലേ. എനിക്കറിയില്ല, ഞാനൊരു ചെറിയ ബാഗ് കൊണ്ടാണ് ആ ഓഫീസിൽ പോകുന്നത്, ആ ബാഗ് കൊണ്ടാണ് തിരിച്ചു പോകുന്നത്. 12 കോടി എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ തമാശ രൂപേണ എൻ്റെ മോൾ എന്നോട് ചോദിച്ചു, 12 കോടിക്ക് എത്ര പൂജ ഉണ്ടെന്ന് നമുക്ക് അറിയുമോ എന്ന്. പറയുമ്പോൾ എല്ലാവർക്കും പറയാം. അപ്പം അങ്ങനെയാണ് ഞാൻ കേസ് കൊടുക്കാമെന്ന് വിചാരിച്ചത്. അപ്പം എന്തായാലും ഞാൻ അതിനുശേഷം കമ്മീഷൻ ഓഫീസിൽ പോയി അദ്ദേഹത്തിനെ കണ്ടു. അദ്ദേഹത്തിനോട് ഞാൻ ഈ കൺസേൺസ് പറഞ്ഞു. അദ്ദേഹം അത് സൈബർ സെല്ലിലേക്ക് അത് വിട്ടു. അപ്പം അതിനകത്ത് നമുക്കൊരു ഉത്തരം കിട്ടിയിട്ടുണ്ട്. അതിനനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോകുന്നുമുണ്ട് കേസുമായിട്ട്. തീർച്ചയായിട്ടും എല്ലാത്തിനും അപ്പോഴാണ് നമ്മൾ അറിയുന്നത് ഈ ശബ്ദ സന്ദേശം എന്ന് പറയുന്നത് ഒരു ഫോൺ റെക്കോർഡഡ് സന്ദേശമല്ല എന്നും, അതായത് ഫോൺ കോൺവെർസേഷൻ അല്ല എന്നും, അത് മനഃപൂർവ്വമായിട്ട് ഒരു തെളിവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. അതായത് സ്വന്തം ഫോണിൽ ഏതോ ഒരാൾ ഫോൺ റെക്കോർഡ് ചെയ്തിട്ട്, ഇത് ആരാണെന്ന് പോലും മാധ്യമ പ്രവർത്തകർ ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല. ആരാണ് ഈ പ്രതിനിധി, കമ്പനി പ്രതിനിധി എന്നാണ് പറഞ്ഞത്. ആരാണ് ഈ പ്രതിനിധി എന്നുള്ളത് അവർക്ക് അഞ്ജനെ അറിയാലോ. അതുപോലെ ആ പ്രതിനിധി അവർ മുന്നോട്ട് കൊണ്ടുവന്നാൽ തെളിവായില്ലേ. എന്താ അവർ ഇതുവരെയും കൊണ്ടുവരാത്തതെന്ന് എനിക്കറിയില്ല. അപ്പം നമ്മൾ അതിനുശേഷം ഞാൻ വക്കീലിനെ കണ്ടു. ഇപ്പോൾ പാർട്ടി, അതായത് രാജീവേട്ടൻ തന്നെ ഏറ്റവും അവസാന മീറ്റിംഗ് പറഞ്ഞത് നമുക്ക് പാർട്ടിയുടെ സഹായത്തോടു കൂടി ലീഗൽ ഹെൽപ്പ് എടുക്കാം, ലീഗൽ എയ്ഡ് ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ പാർട്ടിയുടെ സഹായത്തോടു കൂടിയാണ് പരാതി കൊടുത്തതും. പാർട്ടിയുടെ ലീഗൽ സെല്ലിൻ്റെ പാർട്ടിയുടെ മീഡിയ സെല്ലിൻ്റെ കോ കൺവീനറാണ് അദ്ദേഹം എൻ്റെ കൂടെ വന്നതും പരാതി കൊടുക്കാൻ വന്നതൊക്കെ. അതിനുശേഷമാണ് ഞങ്ങൾ വക്കീൽ വഴി ഇപ്പോൾ എന്തായാലും ഒരു കോംപ്രിഹെൻസീവ് ക്രിമിനൽ ഡിഫമേഷൻ നമ്മൾ ഫയൽ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പ്രോസസ്സിലാണ്. അതും ഇതുപോലെ നോട്ടീസ് പോയപ്പോൾ കൈപ്പറ്റാൻ ആളില്ലാത്തത് കൊണ്ട് അത് തിരിച്ചു വന്നിരിക്കുകയാണ്. പക്ഷേ അതിന് കോടതി വഴി പോകുന്നുണ്ട്. ഇനി എന്തൊക്കെ സംഭവിച്ചാലും എനിക്കിപ്പം എൻ്റെ അവസാന ശ്വാസം വരെ ഞാൻ ഇതിനെതിരെ ഞാൻ എന്തായാലും പോരാടും. അതിൻ്റെ കാരണം എനിക്ക് മനസ്സിലായി. ഇതിന് മുന്നേയും സൈബർ അറ്റാക്ക് നടത്തി എന്ന് പറഞ്ഞിട്ട് കുറേ ആളുകളൊക്കെ എന്നോട് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അവരോടൊക്കെ ഞാൻ എൻ്റെ അറിവില്ലായ്മ കൊണ്ടാണ് എന്ന് അനീഷ ഞാൻ അവരോട് പറഞ്ഞു, സൈബർ അറ്റാക്കാ, അതിനെന്താ, സൈബർ അറ്റാക്കിൽ ഇത്രയും വിഷമിക്കുകയൊന്നും വേണ്ട. പക്ഷെ ഇന്ന് എനിക്കത് കൃത്യമായി മനസ്സിലാവും. അപ്പോൾ എനിക്ക് കൃത്യമായി ഇപ്പോൾ ഇത്രയും നാൾ എൻ്റെ പൊതുപ്രവർത്തനത്തിൽ എനിക്കൊരു പ്ലാൻ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് സത്യമാണ്.
പക്ഷേ ഇപ്പോഴത്തെ എൻ്റെ പൊതുപ്രവർത്തനത്തിൽ എനിക്കൊരു പ്ലാനുണ്ട്. എനിക്ക് കൃത്യമായിട്ടും ആ പ്ലാൻ നടപ്പിലാക്കാൻ തന്നെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ചേച്ചി, കേരളത്തിൽ പൊതുരംഗത്ത് വനിതകൾക്ക് പ്രവർത്തിക്കാൻ ഇപ്പോഴും ബുദ്ധിമുട്ടുണ്ട് എന്ന് ചേച്ചി കരുതുന്നുണ്ടോ? എന്തായിരിക്കും ചേച്ചിയുടെ ഭാവി പ്രവർത്തനങ്ങൾ? പൊതുരംഗത്ത് വനിതകൾക്ക് പ്രവർത്തിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അനീഷ. നമ്മൾ എത്രയൊക്കെയും ഫോർവേഡഡ് ആണ് സൊസൈറ്റി എന്ന് ചിന്തിച്ചാലും കുറച്ച് ബുദ്ധിമുട്ട് ഉണ്ട്. പ്രസ്ഥാനത്തിനകത്ത് ആ ബുദ്ധിമുട്ട് നമുക്ക് വരത്തില്ല. കാരണം അവിടെ ഒരുപാട് നമ്മളെല്ലാവരും ഒരുമിച്ചുണ്ട്. പക്ഷെ നമ്മൾ പ്രസ്ഥാനത്തിൻ്റെ പുറത്തേക്ക് നിൽക്കാൻ ഇൻ ദ സെൻസ് നമ്മൾ സൊസൈറ്റിയിൽ നമ്മൾ ഒരുപാട് കാര്യത്തിന് സ്ത്രീകൾ ഉത്തരം പറയേണ്ടി വരും. നമ്മൾ കുറച്ച് ഇപ്പം നമ്മൾ വിചാരിക്കും ഇവർ പണ്ടായിരുന്നു അങ്ങനെ ലേറ്റ് ആയാലൊക്കെ പ്രശ്നം എന്നൊക്കെ വിചാരിച്ചിരുന്ന ഒരു സമയത്ത് ഇപ്പം കുറച്ച് പ്രശ്നമുണ്ട്. ഇത് വനിതകൾക്ക് അതോടൊപ്പം തന്നെ ഇപ്പം ഞാൻ ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ, ഞാനൊരു സിംഗിൾ മദറും കൂടിയാണ്. അപ്പം എൻ്റെ കാര്യത്തിൽ കുറച്ച് ആളുകൾക്ക് കുറച്ചുകൂടി ശ്രദ്ധ സൊസൈറ്റി എത്രയൊക്കെ സദാചാരം സംസാരിച്ചാലും അത്രയും ആളുകൾ ഫോർവേഡഡ് ആയിട്ടില്ല. അങ്ങനെ ഭയങ്കര വാസ്റ്റായിട്ട് ചിന്തിക്കാൻ, എക്സ്റ്റെൻസീവായിട്ട് ചിന്തിക്കാൻ പറ്റുന്നൊരു സൊസൈറ്റിയിലല്ല നമ്മൾ ജീവിക്കുന്നത്. എനിക്കിത് ഞാൻ ഈ ഒരു ഇഷ്യൂ കൊണ്ട് മാത്രമല്ല ഞാനിത് പറയുന്നത്. ഞാൻ എൻ്റെ പേഴ്സണൽ ലൈഫിലൊരു ഞാനൊരു ബ്രോക്കൺ ഫാമിലി ആയതുകൊണ്ട് തന്നെ അതുമായിട്ട് ഞാൻ കോടതിയിലേക്ക് എത്തുമ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത് എത്ര വിമൻ ഫ്രണ്ട്ലി ആണ് നമ്മുടെ നിയമങ്ങൾ എന്ന് പറഞ്ഞാലും നമ്മൾ കോടതിയിലെത്തിയപ്പോൾ എനിക്ക് മനസ്സിലായി അത്ര സൗഹൃദപരമായിട്ടല്ല നമ്മളോട് കോടതിയിലെ ചില കാര്യങ്ങളിൽ ഇടപെടലുകൾ ഉണ്ടാവുന്നതും അങ്ങനെയല്ല എന്ന് എനിക്ക് മനസ്സിലായി. അന്ന് ഞാനിങ്ങനെ ആദ്യമായി നമ്മൾ ആ ഒരു ഫേസിലെത്തിയപ്പോൾ ഞാനൊന്ന് ആലോചിച്ചു, എനിക്കെന്നെ അന്നും സപ്പോർട്ട് ചെയ്യാൻ എൻ്റെ ഫാമിലി, എൻ്റെ മകൾ, എൻ്റെ കുഞ്ഞമ്മമാർ, എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ളവർ എന്നെ സമാധാനിപ്പിക്കാനും എനിക്ക് ധൈര്യം തരാനും ഉണ്ടായിരുന്നു. അതില്ലാത്തവരുടെ കാര്യം അന്ന് ഞാൻ ചിന്തിച്ചതാണ്. അപ്പോഴാണ് എനിക്കത് മനസ്സിലാവുന്നത്. ഒട്ടും നമ്മൾ സിംഗിൾ മദേഴ്സ് നമ്മൾ തന്നെ നോക്കണം. അപ്പം നമ്മുടെ ജീവിതത്തിന് ഒരു തിരിച്ച് എനിക്ക് കിട്ടേണ്ട എൻ്റെ കയ്യിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ നഷ്ടപ്പെട്ടു പോയി. അത് സാമ്പത്തികമാണെങ്കിലും ശരി. എൻ്റെ ലൈഫ് ഞാൻ വേറൊരു ജീവിതത്തിലേക്ക് പോയിട്ടില്ല. എൻ്റെ മകളെ ഞാൻ ചേർത്ത് പിടിച്ചിട്ടുണ്ട്. ഞാൻ ആർക്കും കൊടുത്തിട്ടില്ല. ഞാൻ വളർത്തി അവളെ സമൂഹത്തിൽ അത്യാവശ്യം നന്നായിട്ട് പഠിക്കുന്ന അവൾ അങ്ങനെ ഒരു കുട്ടിയായിട്ട് വളർന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഞാൻ ചേർത്ത് പിടിച്ച് ഞാനപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ കൊടുക്കേണ്ട വിലയാണ്. അപ്പോൾ എനിക്ക് തിരിച്ച് എനിക്ക് വേണ്ട, ഈ ബന്ധം വേണ്ട എന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ അപ്പോൾ നമ്മുടെ സമൂഹം നമ്മളോട് കാണിക്കുന്നതും അത്ര നല്ലതല്ല. അപ്പം ഞാൻ ആ തരത്തിലുള്ള ആളുകൾക്ക് വേണ്ടി അങ്ങനെ അവിടെ കൗൺസിലിങ്ങിന് എത്തുന്ന അല്ലെങ്കിൽ ഒറ്റയ്ക്ക് വരുന്ന അമ്മമാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇത്രയും നാൾ എൻ്റെ ഒരു ഹെൽപ്പിംഗ് ഹാൻഡ്. അങ്ങനെ ബുദ്ധിമുട്ടുന്നവരോട് ഞാൻ അങ്ങോട്ട് പോയി സംസാരിച്ചിട്ടുണ്ട്. അങ്ങനെ കൗൺസിലിംഗ് അല്ലാതെ വേണ്ടവർക്ക് എന്തെങ്കിലും ആളായിട്ടുള്ള സഹായം എനിക്ക് ചെയ്യാൻ അവർക്ക് പറ്റിയിട്ടുണ്ട്. ഇന്നും ഞാനത് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഞാൻ കുറച്ചുകൂടി ശ്രദ്ധിക്കുന്നത്, ഞാനിപ്പോൾ എൻ്റെ ജീവിതത്തിലൂടെ നമ്മുടെ ജീവിതത്തിലൂടെ ഒരു കാര്യം കടന്നു പോകുമ്പോഴാണ് നമുക്കതിൻ്റെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാവുന്നത്. ഈ സൈബർ ക്രൈംസ് കാരണം സൂയിസൈഡ് ചെയ്യുന്ന ആളുകളെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല അനീഷ. ഈ പ്രായത്തിൽ എനിക്ക് ഇതിനെ സർവൈവ് ചെയ്ത് വരാൻ ഇത്രയും സഹായം കിട്ടി. സ്റ്റിൽ ഞാൻ ട്രീറ്റ്മെൻറ്റിലാണ്. ഞാൻ മരുന്നുകളുടെ സഹായം തേടുന്നുണ്ട്. എനിക്ക് ജനങ്ങളെ പുറത്തിറങ്ങി സൊസൈറ്റിയെ ഫേസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ട്. അതിൻ്റെ കാരണം ഞാൻ എൻ്റെ പേര് അല്ലെങ്കിൽ മറ്റാരോപണ വിധേയരായവരുടെ പേര് വരാഞ്ഞിട്ടൊന്നുമല്ല. അവർക്ക് എന്താണ് ഈസി ആക്സസ്, എത്ര പെട്ടെന്നാണ് ഒരു സ്ത്രീ ആണെങ്കിൽ അവരൊറ്റയ്ക്കാണെങ്കിൽ അവരെ തകർക്കാൻ പറ്റും. അവർക്ക് അവരുടെ യൂട്യൂബ് ചാനലിന് വരുമാനമുണ്ടാകും. അതല്ല എങ്കിൽ എൻ്റെ മറ്റുള്ളവർക്ക് എനിക്ക് കുറച്ചുകൂടി ഞങ്ങളുടെ ചാനലിന് വാർത്താ പ്രാധാന്യം കിട്ടുമെന്ന് കരുതിയിട്ട് അവർ തകർത്ത എൻ്റെ ലൈഫിന് വേണ്ടിയിട്ട് അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത്രയും ബുദ്ധിമുട്ടുണ്ട് ഇതൊന്ന് കയറി വരാൻ. അപ്പോൾ ഒരു 18 വയസ്സായ കുട്ടിക്കോ 14 വയസ്സായ കുട്ടിക്കോ ഇത് പറ്റില്ല. ഇതിന്ന് കയറി വരാൻ ബുദ്ധിമുട്ടാണ്. അവരെ കൊണ്ട് ഈ സമൂഹം അവരെ കൊണ്ട് ഇത് ചെയ്യിക്കുന്നതാണ്. ഒരു കുട്ടി സൈബർ ക്രൈം കൊണ്ട് സൈബർ അറ്റാക്ക് കൊണ്ട് ആത്മഹത്യ ചെയ്തിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം സമൂഹത്തിനാണ്. അപ്പം എനിക്ക് തോന്നുന്നു എൻ്റെ ഭാവിയിൽ കുറച്ചുകൂടി ഞാൻ ശ്രദ്ധിക്കുന്നത്, ഇപ്പം ഞാൻ
എനിക്കിപ്പോൾ ഞാൻ എൻ്റെ കുറച്ച് ഈ ഒരു പ്രശ്നങ്ങൾ കാരണം ഞാൻ വീട്ടിൽ തന്നെ ഞാനൊരു ഐസൊലേറ്റഡ് അവസ്ഥയിൽ തന്നെയാണ്. അത് ഞാൻ ഇപ്പോഴും പറയുന്നു, അതെൻ്റെ പ്രസ്ഥാനമല്ല എന്നെ ഐസൊലേറ്റ് ചെയ്തു, സൊസൈറ്റി എന്നെ ഐസൊലേറ്റ് ചെയ്തു. എന്നെ സ്ഥിരമായി ഞാൻ പോകേണ്ട ചില എൻ്റെ സൊസൈറ്റിയിൽ ഞാൻ നിൽക്കേണ്ട ചില സ്ഥലങ്ങളിൽ നിന്നും വളരെ ഈസി ആയിട്ട് അവർക്ക് എന്നെ മാറ്റി നിർത്താൻ പറ്റും. ആ മാറ്റി നിർത്തൽ എനിക്ക് തോന്നുന്നു നമുക്കത് മനസ്സിലാകും. എല്ലാവരും നമ്മളോട് പറയും ധൈര്യമായിട്ടിരിക്കാൻ, നമ്മൾ ഫേസ് ചെയ്യണം. ഇവരെല്ലാവരും ഉപദേശിക്കും, നമ്മളെ എല്ലാവരും ഉപദേശിക്കും, ഇത് കഴിഞ്ഞില്ലേ, വളരെ എളുപ്പമായിരുന്നില്ലേ, ആ ഏറ്റവും മോശം അവസ്ഥ കടന്നുപോയില്ലേ. അല്ല, ഇതാണ് എൻ്റെ ഏറ്റവും മോശം അവസ്ഥ. ഇപ്പം ഞാൻ ഗോ ത്രൂ ചെയ്യുന്നതാണ് എൻ്റെ മോശം അവസ്ഥ. അത് എങ്ങനെയാണെന്ന് ചിലപ്പോൾ എനിക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നില്ല മറ്റൊരാൾക്ക്. അപ്പം ഞാൻ ആലോചിക്കുന്നത്, ഞാൻ ഗൂഗിൾ ചെയ്ത് നോക്കി എത്ര അമ്മമാരുടെ വിഷമം എനിക്ക് മനസ്സിലാകുന്നത്. എത്ര കുട്ടികളാണ് ആത്മഹത്യ ചെയ്തിരിക്കുന്നത്, എത്ര കുട്ടികളാണ് പഠിക്കാൻ പോകാതിരിക്കുന്നത്. ഞാൻ ഇവരൊക്കെ പേഴ്സണലി ഇപ്പം കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഇവരെല്ലാം വരട്ടെ. കാരണം ഒരു മൈക്കും കുറച്ച് സമയം ഉണ്ടെങ്കിൽ തകർക്കാൻ പറ്റുന്ന ജീവിതം അതങ്ങനെയല്ല. നമുക്കങ്ങനെ ഒരു നിയമമില്ല. ആ നിയമം പൊതുരംഗത്തുള്ള ആളുകൾക്ക് കുറച്ചും കൂടെ റീച്ച്. അതെ, നമുക്ക് അവരങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. വളരാനാണെങ്കിൽ നമുക്ക് ജീവിക്കാം, പല രീതിയിലും ജീവിക്കാം. ഇങ്ങനെ ആരെയും നശിപ്പിച്ചിട്ട് ജീവിക്കാൻ പറ്റത്തില്ല. ഞാൻ ദൈവത്തിൽ 100% 150% വിശ്വസിക്കുന്ന ഒരാളാണ് അനീഷ. ഇത് ദൈവം എനിക്ക് തിരിച്ച് ഇതിനെല്ലാം ഈ ചെയ്തവരെല്ലാവരും, ഈവൻ ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ കാശ് വാങ്ങിപ്പോലും ഈ വാർത്ത ചെയ്തവരുണ്ട്. ഇവരെല്ലാവരെയും ഈശ്വരൻ ഞങ്ങളുടെ മുന്നിൽ കൊണ്ടുവരും. നമ്മുടെ മുന്നിൽ കൊണ്ടുവരും. ഞാനൊരു ഈശ്വരീയ പ്രസ്ഥാനത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ എന്തായാലും ആ ഒരു കാര്യം എനിക്കുണ്ട്. ഇപ്പോൾ എൻ്റെ ശ്രദ്ധ എനിക്ക് മനസ്സിലായത് ഇതിലാണ്. അപ്പം ഞാൻ എൻ്റെ മകളോട് പറഞ്ഞു, ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, നിനക്കൊരു ആരെങ്കിലും ഏതെങ്കിലും ഒരു ഫോട്ടോ എടുത്ത് ഇൻ്റർനെറ്റിൽ ഇട്ടിട്ട് എത്രയോ പേര് ബുദ്ധിമുട്ടുന്നുണ്ട് അല്ലേ. ഇല്ലാത്ത വാർത്ത ഈ ഇടയ്ക്ക് നമ്മൾ മഞ്ജു പിള്ളയുടെ വാർത്ത വന്നു അല്ലേ. മഞ്ജു പിള്ളയുടെ മകൾക്കെതിരെ ഉണ്ടായ സൈബർ അറ്റാക്ക്. അവർ വളരെ കൃത്യമായി അതിനെതിരെ കേസ് കൊടുക്കാൻ തരും. പക്ഷെ കേസ് നമ്മൾ ശരിയാണ്, കുറച്ച് വർഷങ്ങൾ നടക്കേണ്ടി വരും. നമ്മൾ വർഷങ്ങളായിട്ട് ഇതിനൊരു നിയമനിർമ്മാണം വരണം എന്നുള്ളത് എൻ്റെ ഒരു വലിയ ആഗ്രഹമാണ്. ഇതിനു വേണ്ടിയിട്ട് ഞാൻ ഈ സൈബർ അറ്റാക്ക് കാരണം വളരെ കഷ്ടപ്പെടുന്ന ആളുകളുണ്ട് അനീഷ. ഇന്നും സൊസൈറ്റി അവരെ അടുപ്പിക്കുന്നില്ല. വെറുതെ ഞാനൊരു കാര്യം പറയട്ടെ, ഒരു 16-17 വയസ്സിൽ ഒരു ഇമ്മച്യൂർ പ്രായത്തിൽ ഒരാളോട് ഒരു ഇഷ്ടം തന്നെ, ഈ സ്നേഹവും ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും തോന്നുന്നല്ലേ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഇൻ്റർനെറ്റ് യുഗത്തിൽ ഒരു ഫോട്ടോ അങ്ങോട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിനെ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷനിൽ ഇട്ടൊരു ന്യൂഡ് ഫോട്ടോ ആക്കി അവന് ദേഷ്യം തോന്നുമ്പോൾ പുള്ളിക്കാരനെടുത്ത് ഈ ഏതെങ്കിലും ഒരു സൈറ്റിലിടാൻ വലിയ പാടൊന്നുമില്ല, അതിട്ടിട്ടങ്ങ് പോവും. പിന്നെ ഒരു ഫോട്ടോ അയച്ചു കൊടുത്തില്ലേ എന്നുള്ളത് ആ പെൺകുട്ടിയുടെ തലയിൽ വെച്ചിട്ട് പോകും. ആ പെൺകുട്ടി അയച്ചു കൊടുത്തത് ഒരു ന്യൂഡ് ഫോട്ടോ അല്ലായിരിക്കും. ഞാനിത് ഓരോരുത്തരെയും വിളിക്കുന്നുണ്ട്. എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ ഈ ആളുകളിലേക്ക് എത്തണം. അവരുടെ അമ്മമാരുടെ അവസ്ഥ, ഞാനും ഒരു പെൺകുട്ടിയുടെ നമ്മൾ ഒരു ഫാമിലി തീർന്നു. ഇത് മാറി വരാൻ എത്ര സമയം എടുക്കും? ഇപ്പം ഫണ്ട് സ്കാം എന്ന് പറയുമ്പം അത് അഞ്ജന എന്ന് പറയുന്ന രീതിയിലേക്ക് മാധ്യമങ്ങൾ അങ്ങനെ കൊണ്ടുവന്നില്ലേ. ഇപ്പം എല്ലാവരും ഇപ്പം മാറ്റിയൊക്കെ പറയുന്നുണ്ട്, അങ്ങനെയല്ല ഇങ്ങനെയാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അത്തരത്തിൽ എൻ്റെ ജീവിതം തകർക്കാൻ അവർക്ക് പറ്റിയിട്ടുണ്ട്. ആ ഒരു സമയത്ത് ആഘോഷിച്ചു, നന്നായിട്ട് ആഘോഷിച്ചു. ഞാൻ ഇനി എൻ്റെ ഫ്യൂച്ചർ എന്ന് പറയുന്നത് ഇത്തരത്തിൽ, ഞാനിത് പെട്ടെന്ന് ഇങ്ങനെ തോന്നിയിട്ടല്ല. എനിക്കിത് ഉണ്ടായപ്പോൾ ഞാൻ ആദ്യമായി ചിന്തിച്ചത് ഇതുപോലെ ഇരയാക്കപ്പെട്ടവരുടെയും അവരുടെ അമ്മമാരെയും ആ ഫാമിലിയെയും പറ്റിയാണ് അനീഷ. അപ്പോൾ എനിക്ക് അവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യണമെന്നും അതിന് വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെപ്പറ്റി ഞാൻ അന്വേഷിക്കുന്നുണ്ട്. അതിനുള്ള ലീഗൽ സപ്പോർട്ട് എനിക്ക് കിട്ടുന്നുണ്ട്. ഞാൻ ആ അമ്മമാരുമായി ചേർത്ത് പിടിച്ചുകൊണ്ട് ഞങ്ങൾ എന്തായാലും ഇതിനെതിരെ ഫൈറ്റ് ചെയ്ത് തന്നെ ഉണ്ടാവും. സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കും, പ്രത്യേകിച്ചും ഒറ്റപ്പെട്ടു പോയ അമ്മമാർക്ക്. അതൊരു സിംഗിൾ മദർ എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ എൻ്റെ പോലെ ഡിവോഴ്സ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ആ പ്രോസസ്സിൽ കൂടെ പോകുന്ന ഒരു അമ്മ മാത്രമല്ല, കല്യാണം കഴിക്കാതെ ഈ പ്രായത്തിൽ നിൽക്കുന്ന സ്ത്രീകളുണ്ട്. അതുപോലെ തന്നെ കുട്ടികൾ മരിച്ചുപോയ അമ്മമാരുണ്ട്. അവർക്ക് ഒരു സപ്പോർട്ട് വേണം എന്ന് പലരോട് സംസാരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഫീഡ്ബാക്ക് അതാണ്. അതുകൊണ്ട് എന്തായാലും ഇതാണ് അവരനുഭവിക്കുന്നത്. ഇതിൽ മോശമായ അവസ്ഥയായിരിക്കും ചിലപ്പോൾ അവർക്ക്. എനിക്ക് ഇത്രയും ആളുകളുണ്ടായിരുന്നു, അവർക്ക് ആളുകൾ ആരും ഇല്ലായിരുന്നു, സപ്പോർട്ട് ചെയ്യാൻ ആളില്ലാത്ത ഒരുപാട് പേരുണ്ട്. അവരോടൊപ്പം നിൽക്കണം. അങ്ങനെ എന്തായാലും പൊതുസമൂഹത്തിൽ തന്നെ ഉണ്ടാകും. അതെ, ഒരുപാട് നന്ദിയുണ്ട് ചേച്ചി. നമ്മൾ തത്വമയി പ്രേക്ഷകരോട് ഇത്രയുമൊക്കെ കാര്യങ്ങൾ ചേച്ചിക്കും പറയാനുണ്ട്. ഇത്ര
ഇത്രയും ദിവസം ഒരു ഭാഗം മാത്രമാണ് പ്രേക്ഷകർ കേട്ടോണ്ടിരുന്നത്. ഇപ്പോൾ ചേച്ചിക്ക് പറയാനുള്ള കാര്യങ്ങൾ ചേച്ചി പറഞ്ഞു കഴിഞ്ഞു. എന്തായാലും ചേച്ചി നന്നായിട്ട് ഫൈറ്റ് ചെയ്യുക. അപ്പം ഒരുപാട് നന്ദി. അപ്പം വീണ്ടും കാണാം പുതിയൊരു അതിഥിയുമായിട്ട് കൂടിക്കാഴ്ച. അപ്പോൾ നന്ദി, നമസ്തേ.